നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്യം എടുക്കാം. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളൊരു ബൈബിൾ തുറക്കണം. എന്നിട്ട് നമുക്ക് രണ്ട് തിമത്തിയോസിൻ്റെ ലേഖനം, 2 തിമത്തിയോസ്. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബൈബിൾ തുറക്കണം. ബൈബിൾ കൊണ്ടുവന്നിട്ടില്ലാത്തൊരു ബൈബിൾ നാളെ വരുമ്പോൾ കൊണ്ടുവരണം. നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് കൊണ്ടുവരാൻ ബൈബിൾ ഇല്ലെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ മേടിച്ച് തരും. ഒരു ബൈബിൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഒരു ബൈബിൾ കൊണ്ടുവരുന്നത് എപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് നല്ലതാണ്. സ്തോത്രം. ബൈബിൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശ്വാസീയമാണെന്നാണ്, ദൈവശാസ്യമാണെന്നാണ് നമ്മൾ പറയുന്നത്. കർത്താവ് സംസാരിച്ച കാര്യങ്ങളാണ് ബൈബിളിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ദൈവത്തിൻ്റെ സംസാരം, ദൈവത്തിൻ്റെ ശ്വാസം എന്ന് പറയുന്നൊരു ബൈബിൾ നമ്മുടെ മാറോടിങ്ങനെ ചേർത്ത് പിടിച്ച് വെക്കുന്നത് ഭയങ്കര ബ്ലെസ്സിങ് ആണ് അല്ലേ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളൊരു ബൈബിൾ തുറന്നിട്ട് നമുക്ക് ശാന്തമായിട്ടൊരു വാക്യം വായിക്കാം. മോനെ, സൗണ്ട് എല്ലാം ഓക്കെയാണ് മോനെ? എല്ലാം ഓക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 2 തിമത്തിയോസിൻ്റെ ലേഖനം എടുത്തോ. 2 തിമത്തിയോസ് പൗലോസിൻ്റെ ലാസ്റ്റത്തെ ലേഖനമാണ് 2 തിമത്തിയോസ്. അതിൻ്റെ 4-ാമത്തെ അധ്യായമാണ് ലാസ്റ്റത്തെ അധ്യായം. ഓക്കെ. അതോടുകൂടി അദ്ദേഹം പിന്നെ എഴുതിയിട്ടില്ല, മരിച്ചുപോയി. മരിക്കുമല്ലായിരുന്നു, കൊല്ലുമായിരുന്നു ആ മനുഷ്യനെ. അദ്ദേഹം എഴുതിയ 4-ാമത്തെ അധ്യായത്തിൻ്റെ ഈ 9-ാമത്തെ വാക്യം തുടങ്ങിയിട്ടുള്ള ചില വാക്യങ്ങൾ നിങ്ങൾ ബൈബിളിൽ നോക്കി ഞാൻ വായിക്കാം. കാരണം കുറച്ച് പ്രയാസമുള്ള പേരുകളാണ്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കേ, ഞാൻ വായിക്കാം. ബൈബിളിലോട്ട് നോക്കിക്കേ, അല്ലെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ഉണ്ടോ? ഇല്ല, നിങ്ങൾ ബൈബിൾ നോക്കിക്കേ, ഞാൻ ആ വാക്യം വായിക്കാം. 2 തിമത്തിയോസിൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം തുടങ്ങിയിട്ടുള്ള 3 വാക്യങ്ങൾ നിൽക്കണേ, ഞാൻ വായിക്കും. വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കാം. ഓക്കെ. തിമത്തിയോസ് എന്ന് പറയുന്ന തൻ്റെ നിജപുത്രനായ ശിഷ്യനോട് പറയാണ്, ബ്രദർ അല്ലെങ്കിൽ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, വേഗത്തിൽ, സ്വല്പം വേഗത്തിൽ എൻ്റെ അടുക്കിലോട്ട് നീ എന്ത് ചെയ്യണം? വരാനായിട്ട് ഉത്സാഹിക്കുക. കാരാഗ്രഹത്തിലാണ് പൗലോസ്. പറയുന്നു, ശകലം വേഗത്തിൽ, സ്വല്പം സ്പീഡായിട്ട് എൻ്റെ അടുക്കൽ വരാൻ വേണ്ടി നീ എന്ത് ചെയ്യണം? ഉത്സാഹിക്കണം. ഇനി അടുത്ത വാക്യം നോക്കൂ. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. അപ്പോൾ പൗലോസിൻ്റെ ഒരു ശിഷ്യൻ്റെ പേരായിരുന്നു എന്ത്? ദേമാസ്. അപ്പം ദേമാസ് ഇപ്പം എൻ്റെ കൂടെ ഇല്ല. അദ്ദേഹം ഇപ്പം ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടേച്ച് തെസ്സലോനിക്ക എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എന്ത് ചെയ്തു? പോയി. ഓക്കെ. ഇനി നോക്കൂ, അടുത്ത വാക്യം നോക്കൂ. തെസ്സലോനിക്ക പോയി. ക്രേസ്കേസ് എന്ന് പറയുന്നൊരു സെഷൻ ഉണ്ടായിരുന്നു. അന്നത്തെ ആൾക്കാരുടെ പേരുകൾ വളരെ പ്രയാസം, ഇന്നത്തെ പോലെ സാബു ബാബു എന്നൊന്നുമല്ല, സ്വല്പ റിസ്ക് ഉള്ള പേരുകളാണ്. ക്രേസ്കേസ് ഗലാത്യ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയി. ഓക്കെ. അടുത്ത വാക്യം നോക്കണേ. തീത്തോസ് എന്ന് പറയുന്ന ആള് ദൽമാത്യ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദേമാസ് തെസ്സലോനിക്കയ്ക്ക് പോയി, ക്രേസ്കേസ് ഗലാത്യ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയി, തീത്തോസ് ദൽമാത്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോയി. അടുത്ത വാക്യം. ഇപ്പോൾ എന്നോട് കൂടെ ലൂക്കോസ് മാത്രമേ, ഇപ്പം എൻ്റെ കൂടെ പ്രസൻറ്റ് ടൈമിൽ ആര് മാത്രമേ ഉള്ളൂ? ലൂക്കോസ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറയാണ്, മർക്കോസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ട്. അദ്ദേഹം എനിക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗമുള്ളവനാകയാൽ നീ വരുമ്പോൾ വേഗത്തിൽ അയാളെ കൂടെ എന്ത് ചെയ്യണം? ഒന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് താൻ പറയുന്നത് ഇങ്ങനെയാണ്, തിക്കിക്കോസിനെ ഞാൻ എഫെസോസിലോട്ട് പറഞ്ഞയച്ചിരിക്കുന്നു. ഞാൻ ത്രോവാസിൽ കർപ്പോസിൻ്റെ പക്കൽ വെച്ച് പോകുന്ന എൻ്റെ പഴയ പുതപ്പ്, എൻ്റെ പുസ്തകങ്ങൾ, വിശേഷാൽ ചർമ്മലിഖിതങ്ങളൊക്കെ നീ വരുമ്പോൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ 1-ാമത്തെ പ്രതിവാദത്തിങ്കിൽ ആരും എനിക്ക് തുണ നിന്നില്ല. ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് എന്ത് ചെയ്തു? ദോഷം ചെയ്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. ഇത് നിങ്ങൾക്കും വായിച്ചപ്പോൾ എന്തോ മനസ്സിലായി? സ്തോത്രം. ഇതിനകത്തുനിന്ന് പുള്ളി ഇനി എന്തോ പറയാൻ പോകുന്നത് എന്നൊരു ചിന്ത ചിലപ്പോഴെങ്കിലും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് എൻ്റെ അകത്തൊരു ലളിതമായ സന്ദേശമുണ്ട് നിങ്ങളോടൊന്ന് പറയാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു ചർച്ച് ഫോർഡിൻ്റെ പാസ്റ്ററാണ്. ചർച്ച് ഫോർഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പാസ്റ്ററാണ്. അതിൻ്റെ സെൻട്രൽ പാസ്റ്ററായിരുന്നു. പിന്നെ അതിൻ്റെ സോൺ മേഖലാ ഡയറക്ടറൊക്കെ ആയിരുന്നു. അപ്പം എൻ്റെ പ്രസംഗത്തിനകത്ത് ഒരുപക്ഷെ ആ ഒരു ട്രഡീഷൻ സിസ്റ്റം കാണുമായിരിക്കും. നിങ്ങൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങളത് ശ്രദ്ധിക്കുകയും വേണം. സ്തോത്രം. ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഒത്തിരി ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് കൊണ്ടുള്ള എൻ്റെ മനസ്സിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ മൂവിങ്ങിലോട്ട് പോകണമെന്നുള്ളതാണ് ഞാൻ സത്യത്തിൽ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കരമുയർത്തി സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. നല്ലൊരു സ്തോത്രം. കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ച്. ലോകത്തെ ഇളക്കി മറിച്ച് അപൂർവം ചില ശുശ്രൂഷകന്മാരിൽ ഒരു മനുഷ്യനായിരുന്നു പൗലോസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ. നമുക്കെല്ലാവർക്കും അറിയാം. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ 27 പുസ്തകമാണ് നമുക്ക് ആകെ ന്യൂ ടെസ്റ്റ്മെൻറ്റിലുള്ളത്. അതിൽ പകുതിയിൽ കൂടുതൽ പുസ്തകം എഴുതിയത് ഈ മനുഷ്യനാണ്. ഞാൻ വിശുദ്ധ ബൈബിളിൻ്റെ കാര്യമാണ് പറയുന്നത്. ന്യൂ ടെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഹോളി ബൈബിൾ എന്ന് പറയുന്നത് ദൈവശ്വാസമാണ് അല്ലേ? കർത്താവിൻ്റെ ശ്വാസമാണ്. അതാര് പറഞ്ഞാലും എന്താണ്? ദൈവശ്വാസമാണ്. പൗലോസിന് ഒത്തിരി എഴുതിയത് കൊണ്ട് പൗലോസിൻ്റെ 10 നമുക്ക് കൊടുത്തേക്കാം എന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. പൗലോസ് കൊടുക്കെങ്കിൽ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ പരിശുദ്ധാത്മാവിലാണെന്ന് പരിശുദ്ധാത്മാവിന് ബോധ്യമായതുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ കൊടുക്കാം, ഇതൊക്കെ
നൂറുകണക്കിന് ലേഖനങ്ങൾ തള്ളിപ്പോയിട്ടുണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? ഒരു സുവനീർ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അറിയിപ്പ് കൊടുക്കും, നല്ല നല്ല ലേഖനങ്ങൾ തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഇതിനകത്ത് കൊടുക്കും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കൊടുക്കും. ഒത്തിരി ലേഖനങ്ങൾ നമ്മൾ വരും. എന്നിട്ട് ഇതിൻ്റെ എഡിറ്ററും പബ്ലിഷറും ഒക്കെ ഇത് വായിച്ച് നോക്കിയിട്ട് നൂറുകണക്കിന് ലേഖനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടായിരിക്കും ഒരു 5 എണ്ണം എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ന്യൂ ടെസ്റ്റമെൻ്റ് എന്ന് പറയുന്ന ദൈവശ്വാസീയമായ ഹോളി ബൈബിൾ ഹോൾ വേൾഡ് മൊത്തം വായിക്കാൻ പോകുന്ന ഏറ്റവും കൂടുതൽ പബ്ലിഷിംഗ് ഉള്ള, ഏറ്റവും കൂടുതൽ പ്രിൻറ്റിംഗ് ഉള്ള, ഏറ്റവും വമ്പൻ എന്ന് പറയുന്ന ലോകത്തിലെ പ്രചാരമുള്ള പുസ്തകത്തിനകത്തൊരു 14 പുസ്തകങ്ങൾ പോളിൻ്റെ കുറിച്ച് വെക്കണമെങ്കിൽ ഈ മനുഷ്യൻ്റെ റലം അത്ര ചെറുതൊന്നും അല്ല. ഇദ്ദേഹത്തിൻ്റെ റലം അത്ര ചെറുതല്ല. പൗലോസിനെ കുറച്ചുകൂടെ കൂടുതലാണ് പത്രോസ് കർത്താവിൻ്റെ കൂടെ നടന്ന ആളാണ്. പക്ഷേ പത്രോസിൻ്റെ 3 എണ്ണേ ഉള്ളൂ. യോഹന്നാൻ്റെ 5 പുസ്തകമുണ്ട്, പക്ഷേ പത്രോസിൻ്റെ 3 എണ്ണേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇനി അങ്ങോട്ട് വന്നാൽ അന്ന് നല്ല വിദ്യാസമ്പന്നനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, യേശുവിൻ്റെ കൂടെ അല്ല, പൗലോസിൻ്റെ കൂടെ. അദ്ദേഹത്തിൻ്റെ 2 പുസ്തകമേ ഇതിനകത്തുണ്ടായിരുന്നുള്ളൂ. മനസ്സിലാകുന്നുണ്ട്? അപ്പം 2, 3, 1 ഒക്കെ മാത്രം സെലക്ട് ചെയ്യുമ്പോൾ ഒരു 14 പുസ്തകങ്ങൾ ഹോളി ബൈബിൾ ലോകം മൊത്തം വായിച്ച് രക്ഷപ്പെടാനുള്ളൊരു 14 എണ്ണം കൊടുത്ത് അത് കുറിച്ച് വെക്കണമെങ്കിൽ, അത് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ മനുഷ്യൻ്റെ സ്പിരിച്വൽ റലം എത്ര ഭയങ്കരമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ നിരവധി പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണല്ലോ, ധാരാളം. പക്ഷെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന കുറച്ച് പ്രീച്ചേഴ്സ് പ്രസംഗങ്ങളുമില്ലയോ? സ്തോത്രം. നമ്മളെ ഒരു ന്യൂ പ്രീച്ചറിൻ്റെ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയാലും നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല. നമുക്ക് ഇഷ്ടമുള്ളതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ മൂവ് ചെയ്യും. ഇന്നും വരെ നിങ്ങൾ കേൾക്കാത്ത പ്രസംഗകനും ഇല്ലയോ ഈ കേരളക്കരയിൽ? ഇല്ലയോ? സ്തോത്രം. അപ്പോൾ ധാരാളം പേരുള്ളപ്പോൾ അവരുടെ ഇവിടെ എന്നും പറഞ്ഞ് തപ്പിയെടുക്കാതെ ഒരാളിൻ്റെ 14 എണ്ണം എടുക്കണമെങ്കിൽ ആ മനുഷ്യൻ്റെ ദൈവത്തോടുള്ള റലം അല്ലെങ്കിൽ ആ ബന്ധം എത്ര ഭയങ്കരമാണെന്ന് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നെങ്കിൽ മാത്രം കരമുയർത്തി ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. അങ്ങനെയൊന്നുമല്ല, നല്ലൊരു സ്തോത്ര കരമുയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ശബ്ദം ഞാനാ കുറച്ച് പറയുന്നത്, നിങ്ങൾ ശബ്ദം കുറച്ച് പറയണ്ട. പ്രൈസ്തല്ലോ. നിങ്ങൾ ശബ്ദം എടുത്ത് പറഞ്ഞു. ഞാൻ അങ്ങനെ പണ്ട് തൊട്ടേ ശീലിച്ചത് കൊണ്ട് ഒരു സ്വല്പ സൗണ്ട് കുറച്ചേ പറയാറുള്ളൂ. പക്ഷെ ഇത് മാറും, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. എൻ്റെ ഒരു മനസ്സിൻ്റെ കൊതി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞൊന്ന് വിടാതെ നമ്മൾ മനസ്സിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഓട്ടൊന്ന് പതിയിടമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇത്ര ശാന്തമായിട്ട് സംസാരിക്കുന്നത്. ലോകത്തെ ഇളക്കി മറിച്ചൊരു മനുഷ്യൻ. അന്ന് ഏതാണ്ട് 36 കൊല്ലമായിരുന്നു ആ മനുഷ്യൻ്റെ മിനിസ്ട്രി. ഓക്കെ, ആ 36 കൊല്ലത്തെ മിനിസ്ട്രിയിൽ അന്ന് 36 സഭ ആരംഭിച്ച ആളാണ്. ഇന്നത്തെ പോലല്ല. ഇന്നിപ്പം ഞാൻ വന്നപ്പോൾ താഴെ മോൻ വന്ന് എന്നെ പിക്ക് ചെയ്യാൻ, താഴെ ഒരു മോൻ വന്ന് താഴെ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററങ്ങളെ അവിടെ വണ്ടി ഇട്ടു. ഇറങ്ങിയപ്പോൾ എനിക്ക് കൈ തന്നു, എന്നെ പിടിച്ചുകൊണ്ട് വന്ന് ഓഫീസ് റൂമിൽ കൊണ്ടിരുത്തി. ഓഫീസിൽ ഇരുത്തിയപ്പോൾ പാസ്റ്ററാണ്. അതിനൊക്കെ ഗംഭീരമായി സ്വീകരണം. എത്ര മനോഹരമാണ്. ഞങ്ങൾ വെളിയിലൊക്കെ പോകുന്ന സമയത്ത് ബൊക്കെ കൊണ്ടുവരും. എയർപോർട്ടിലൊക്കെ ചെന്ന് ഇറങ്ങുമ്പോഴേ വമ്പൻ ബൊക്കെ എല്ലാം കൊണ്ട് തന്നാൽ ഞങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ഈ സൈസ് ഒരു ബൊക്കെ 36 കൊല്ലത്തിനിടയ്ക്ക് ഒറ്റ പ്രാവശ്യം പോലും പുള്ളിക്കാരന് കിട്ടിയിട്ടില്ല. ഇത്രയും ബൊക്കെ മേടിച്ചിട്ട് ഞാനൊരു ചർച്ച് പോലും ഇതുവരെ ആരംഭിച്ചിട്ടുമില്ല. രക്തസാല ചെയ്യാം ഈ ബൊക്കെ മേടിച്ച് കൂട്ടിയതല്ലാതെ ഒന്നും നടന്നിട്ടില്ല, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ബൊക്കെ ഇല്ലെങ്കിലും അന്നൊരു 36 സഭകൾ എന്ത് ചെയ്തു, ആരംഭിച്ചായിരുന്നു. മനസ്സിലാക്കുന്നുണ്ടോ? അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞൊരു പദം എങ്ങനെയാണ്, ഇനി ഈ ദിക്കുകളിലെങ്ങും എനിക്ക് പോകാൻ സ്ഥലമില്ലാകയാൽ ഞാൻ ഇവിടുന്ന് മടങ്ങി വരിക. ഇതൊക്കെ എങ്ങനെ നമുക്ക് ഡൈജസ്റ്റ് ആകും, എങ്ങനെ ഇതൊക്കെ പിടിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം 28-30 വർഷമായി മിനിസ്ട്രി ചെയ്തിട്ട് ഇതുവരെ ഒരു പഞ്ചായത്ത് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്ക് ഒരു ജില്ല കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ സ്ഥാനത്ത് ഒരാൾ പറയാണ്, ഇനി ഈ ദിക്കിലെങ്ങും എനിക്ക് സ്ഥലമില്ല. അതൊക്കെ അസാധാരണമാണ്. അതൊക്കെ എന്തോ വേണമെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കരമായ പദങ്ങളാണ് പറഞ്ഞത്. എനിക്ക് ഇനിയില്ല, ഇനി ആ ദിക്കിൽ സ്ഥലമില്ല. മാങ്ങാങ്കുഴി ഞാൻ ചെന്നു, മാവേലിക്കര ചെന്നു, ചാരിമൂട് ചെന്നു. അതിൻ്റെ മാങ്ങാങ്കുഴി പഞ്ചായത്തിൻ്റെ 12 വാർഡ് ഞാൻ കറങ്ങി. ചാരിമൂട് സെൻറ്ററിൻ്റെ ഇത്ര വാർഡ് ഞാൻ പോയി. ഇനി മാവേലിക്കര മുനിസിപ്പാലിറ്റിയുടെ 55 പഞ്ചായത്ത് ഞാൻ ചെന്നു, അവിടുത്തെ വീടുകൾ ഞാൻ ചെന്നു. ഇനി മാത്രമല്ല, തൊട്ടപ്പുറത്ത് പന്തളം, അതിനിപ്പുറത്താണെങ്കിൽ ഇന്ന സ്ഥലം വെട്ടിയാറിൻ്റെ ഇത്ര പഞ്ചായത്തുകൾ, അല്ലെങ്കിൽ അപ്പുറത്ത്. ഇത് എനിക്കറിയത്തില്ല, നമ്മളെ പറയാം, എനിക്കറിയത്തില്ല. പുള്ളി പറയാം, എനിക്ക് ആ ഭാഗത്തൊന്നും സ്ഥലമില്ല, ഇവിടെ മൊത്തം ഞാൻ കറങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റുമെന്ന് അറിയത്തില്ല. 36 കൊല്ലമേ ജീവിച്ച് മിനിസ്ട്രിയും ചെയ്തുള്ളൂ. എനിക്കിനി ഒരു 3-4 കൊല്ലം കഴിഞ്ഞാൽ അത്രയും കാലമാകുക ഇറങ്ങിയിട്ട്. പക്ഷേ അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ ഇതെല്ലാം ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്ന പദ്ധതിയിലേക്ക് വരരുത്. ഏതാ ഈ പ്രാപിക്കുന്നതും പകരുന്നതും മേടിക്കുന്നതും ഒക്കെ ഈ ആലയം കൊണ്ട് മാത്രം തീരാൻ വേണ്ടി ആവരുത്. മനസ്സിലായി? ഇവർക്ക് കർത്താവിന് സ്തോത്രം. ഇതിനകം കൊണ്ട് അവസാനിപ്പിക്കുന്നതിലേ ആവരുത്. ബന്ധനം എന്നും ബന്ധനം തന്നെ. ബന്ധനം പൊട്ടിയിട്ടിനി ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങാമെന്ന് ചിന്തിച്ചാൽ ഈ ആയുസ്സിൽ അത് നടക്കത്തില്ല. എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ ആൻസൺ പാസ്റ്ററിന്റെ മേൽ
വ്യാപരിക്കപ്പെടുന്ന കൃപയ്ക്ക് തത്തുല്യമായ കൃപ എൻ്റെ അകത്ത് വന്നിട്ട് ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ വിളി വ്യത്യസ്തമായതുകൊണ്ട് അതുപോലെ വരണമെന്ന് നിർബന്ധമില്ല. മറ്റൊരു ശുശ്രൂഷകന്റെ മേൽ വ്യാപരിക്കപ്പെടുന്ന അഭിഷേകത്തിൻ്റെ തലം എൻ്റെ അകത്ത് വന്നിട്ട് വേണം എനിക്കൊന്ന് പ്രസംഗിക്കാൻ, അല്ലെങ്കിൽ പ്രസംഗം പഠിച്ചിട്ട് വേണം എനിക്കൊന്ന് പുറത്തോട്ടിറങ്ങാൻ, പ്രാർത്ഥിക്കാൻ പഠിച്ചിട്ട് വേണം എനിക്ക് എന്നൊക്കെ ചിന്തിച്ചിരുന്നാൽ ഈ ആയുസിൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, സംതിങ് സ്പെഷ്യൽ നിന്റെ അകത്തുണ്ടെന്നുള്ള ധാരണയിൽ ഇന്ന് പകൽ പുറത്തിറങ്ങാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ അസാധാരണമായ ഒരു ആത്മമണ്ഡലത്തിലേക്ക് നിന്നെ കൊണ്ടുവെക്കാൻ തമ്പുരാന് കഴിയുമെന്ന് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞാൽ വിശ്വസിച്ച് സ്തോത്രം ചെയ്യാൻ നിയോഗമുള്ള ദൈവമക്കളുണ്ടെങ്കിൽ അവർ മാത്രമേ കരമടിച്ചോ കരമുയർത്തിയോ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. ഓ റമസിയാന്തേ ചേർന്ന് കരമുയർത്തി ഒരുമിച്ചൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് ശക്തിയോടെ നന്നായിട്ടൊന്ന് സ്തോത്രം ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ഈ ദിവസത്തിൽ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു അനോയിന്റിംഗ് നമ്മുടെ മേൽ വെളിപ്പെട്ടു വരാൻ കൊതിക്കുന്ന, പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ചേർന്ന് ഒരു തവണ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അസാധാരണ ആത്മമണ്ഡലത്തിൽ ശുശ്രൂഷിച്ച ഒരു മനുഷ്യനായിരുന്നു ഈ മനുഷ്യൻ. എനിക്കറിയത്തില്ല, ഞാൻ അവിടെ ചെന്നാൽ യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ ഒരു മനുഷ്യനാണ് ഈ മനുഷ്യൻ. അസാധാരണമായ മിനിസ്ട്രി ചെയ്ത മനുഷ്യൻ. 36 വർഷം കൊണ്ട് 36 സഭകൾ സ്ഥാപിച്ച ഒരു മനുഷ്യൻ. 21 ലേഖനങ്ങളിൽ 14 ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളൊരു മനുഷ്യൻ. ഇനി ഈ അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ ഒരു മിനിസ്ട്രിയുടെ ഒരു തുടക്കം. അതല്ല, ശരിക്കും ദമസ്കോസ് ആണ്. എന്നാലും അന്ത്യോക്യ വെച്ചാണ് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ എന്നെ ഞെട്ടിച്ചൊരു പദമുണ്ട്, എനിക്കറിയത്തില്ല അത് ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചൊരു പദമുണ്ട്. ഈ മരണസമയത്ത് അയാൾ പറഞ്ഞൊരു പദമാണ്, ഞാൻ നല്ല പോർ ഒന്ന് പറഞ്ഞേ. എങ്ങനെ? എത്ര സിമ്പിളാ അല്ലേ? ഈ എത്ര സിമ്പിളാണ്. ഞാൻ ഓർക്കുന്ന പാസ്റ്ററെ എഴുതി വന്നപ്പോൾ അയാളുടെ ചരിത്രം എഴുതുക, അയാളുടെ ചരിത്രം എഴുതി വരുമ്പോൾ നല്ലവർ പൊരുതി എന്ന പദം കൊടുക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തി കാണണ്ടായോ? വേണ്ടായോ? ദമസ്കോസിന്റെ പടിവാതിലേക്ക് പിടിക്കുന്ന സമയം തൊട്ട് ദമസ്കോസ് കഴിഞ്ഞു. അനന്യാസ് വന്ന് തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു. സ്നാനപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്തു, എവിടെ ചെയ്തു, അവിടം തുടങ്ങി ഇവിടം വരെ ഒരു ഫിലിം കാണുന്ന ഒരൊറ്റ പോക്ക്. ദമസ്കസ്, പംപോസ്, ഗലാത്തിയ, മക്കദോനിയ, ത്രോവാസ്, കൊലോസിയ, ഫിലിപ്പിയ, ബെരോബ, കൊരിന്ത, അഥേന, എഫെസോസ്, ഇങ്ങനെ മൊത്തത്തിലൊന്ന് ഒരു സെക്കൻഡ് കൊണ്ടൊന്ന് പാളിച്ചെന്നിട്ട് പറഞ്ഞു ഞാൻ നല്ല പോർ. എന്തോ എത്ര സിമ്പിളാണ് ഇത്. ഈ സാധാരണ മരിച്ച വീട്ടിൽ ബ്രോഷറി കൊടുക്കുന്ന സാധനമല്ല ഞാൻ ഈ പറയുന്നത്. മരിച്ച സമയത്ത് നമ്മൾ ബ്രോഷറി കൊടുക്കത്തില്ല. അല്ലാതെ അതിപ്പോൾ ഈ സഭായോഗത്തിന് വരാത്തവനും ചാകുമ്പോൾ കൊടുക്കുന്ന എന്തുവാ? സഭായോഗത്തിന് വരാത്തവനും ചാകുമ്പോൾ കൊടുക്കുന്ന ബ്രോഷർ. അതല്ല ഞാൻ ഈ പറയുന്നത്. ഇത് പരിശുദ്ധാത്മാവ് സർട്ടിഫൈ ചെയ്യണമെങ്കിൽ ഇയാൾ പോയ ഒരൊറ്റ മേഖലയിൽ പോലും എന്തല്ല, എനിക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മളൊക്കെ മരിക്കാൻ ഒരവസരം ഉണ്ടായി. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരിക്കുന്ന ഉറപ്പായ പിള്ളേരോട് പറയണം അങ്ങനത്തെ ഫോഷ്കൊന്നും എന്ത് ചെയ്യരുത്, എഴുതി വെച്ചേക്കെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയത്തുള്ളൂ പൊരുതിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇമ്പങ്ങളുടെ പർദീസയിൽ അങ്ങനെയൊന്നും പറഞ്ഞു വെച്ചേക്കരുത്. ഇമ്പങ്ങളുടെ പർദീസയിൽ തുമ്പമാണോ ഇമ്പമാണോ എന്ന് പോകുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ആൾക്കാർക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ പറയുന്നേ, മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് എന്നെ അസാധാരണമായി ഞെട്ടിച്ച ഒരു ശുശ്രൂഷകന്റെ പേരാണ് പൗലോസ് ലേഖ. 36 വർഷം കൊണ്ട് ഇളക്കി മറിച്ചു. ധാരാളം മിനിസ്ട്രികൾ ചെയ്തു. സ്തോത്രം. ഇനി 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം തുടങ്ങി വായിക്കുമ്പോൾ താൻ അനുഭവിച്ച ക്ലേശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കൂ. താൻ അനുഭവിച്ച ക്ലേശങ്ങൾ. 1 കുറയെ 5 വട്ടത്തടി, 1 കുറേ 40 വട്ടത്തടി 5 വട്ടം കൊണ്ടു. 3 വട്ടം കോല് കൊണ്ട് എന്ത് ചെയ്തു? അടിമേടിച്ചു. ഇനി കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, കടലിലെ ആപത്തിൽ അകപ്പെട്ടു, കരയിലെ ആപത്തിൽ അകപ്പെട്ടു, കള്ള സഹോദരന്മാരുടെ ആപത്തിൽ എന്ത് ചെയ്തു? അകപ്പെട്ടു. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിക്കാമോ? ഒന്നെടുത്ത് 11-ന്റെ 24-ാമത്തെ വാക്യം തുടങ്ങിയിട്ടുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ പ്ലീസ്. അടുത്ത വാക്യം. അടുത്ത വാക്യം. അടുത്ത വാക്യം. ഞാൻ പലതവണ യാത്ര ചെയ്തു. നദിയിലെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാകം, പലവട്ടം പട്ടിണി,
ശീതം, നഗ്നത എന്നീ അസാധാരണ സംഭവങ്ങൾ കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെ കുറിച്ചുള്ള ചിന്താഭാരവും. അമ്മേ, എത്ര ഭയങ്കരമായ കാര്യമല്ലയോ? സ്തോത്രം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ സിമ്പിളാണെന്ന്? പലവട്ടം പൈതാഹം, പട്ടിണി. നമ്മൾ ഒരു വട്ടം പട്ടിണി കിടന്നാൽ 10 പ്രാവശ്യം സാക്ഷി എന്ത് ചെയ്യും? നമ്മൾ പറയുന്ന സാക്ഷ്യങ്ങൾ ഇന്നത്തെ പട്ടിൻ്റെ കാര്യമല്ല. ഒട്ടുമിക്ക പാസ്റ്റർമാരും ഞാൻ കേട്ടിട്ടുണ്ട് ടെസ്റ്റ് മണി പറയുന്നത്. അത് പറയുന്ന ടെസ്റ്റ് മണി അവർ ജനിച്ച കാലത്തെക്കുറിച്ചാണ്. ജനിച്ചിട്ട് ഇപ്പം 50 വർഷം കഴിഞ്ഞു. ഇപ്പോഴും പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. കാരണം ഇപ്പം അങ്ങനത്തെ പട്ടിണിയൊന്നും ഇല്ല. പലവട്ടം പട്ടിണി, പൈതാഹം, ആപത്ത്, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്. ഇനി അടി എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരനടി. എന്നോട് ഉണ്ടോന്നോ ഇല്ലെന്നോ? കൈ നോക്കിക്കാൻ നോക്കട്ടെ, ഉണ്ടോ നോക്കട്ടെ. കൈ അല്ല, അങ്ങനല്ല, തലയ്ക്ക് മേലെ കൈ നോക്കിക്കാൻ നോക്കട്ടെ. തലയ്ക്ക് മേലെ. എല്ലാവരും ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഉണ്ടല്ലോ. എൻ്റെ ദൂതിലേക്ക് ഞാൻ ഓടി വരുന്നതേ ഉള്ളൂ. മിനിസ്ട്രിക്ക് ഇറങ്ങിയ സമയം തൊട്ട് ഈ 36 വർഷം സത്യം പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു സുഖവും ഈ മനുഷ്യൻ. ഇതിപ്പം ലൈവ് ആയതുകൊണ്ട് എൻ്റെ പൊന്നെ, പാസ്റ്റർ ആയതിനു ശേഷമാണ് ഞാൻ വിദേശയാത്രയ്ക്ക് പോകുന്നു. പാസ്റ്റർ ആയില്ലെങ്കിൽ ഏലപ്പാറ. എൻ്റെ അപ്പൻ ഡ്രൈവറായിരുന്നു, കൂലിപ്പണിക്കാൻ ഡ്രൈവറായിരുന്നു. എൻ്റെ അപ്പൻ ട്രാക്ടറിൻ്റെ ഡ്രൈവറായിരുന്നു. എൻ്റെ അപ്പനെ ശേഷം ഞാൻ പെർമനൻ്റ് ആയിട്ട് തലയിൽ താഴെ ഈ തുണിയൊക്കെ കെട്ടി ഒരു കൈലിമുണ്ടൊക്കെ കൊടുത്ത് വലിയ ട്രൗസറൊക്കെ ഇട്ട് ട്രാക്ടർ ഓടിക്കേണ്ട ആളാണ്. മനസ്സിലാക്കുന്നുണ്ട്? പക്ഷേ പാസ്റ്റർ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ അന്തരീക്ഷം മാറി. എന്നോട് നിങ്ങൾ വരണം അല്ലേ? പോയിട്ടുള്ള രാജ്യങ്ങളും കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ടോപ്പ് ക്ലാസ്സാണ്. പണ്ട് ഞാൻ ഈ ഫുഡ് മാറാൻ പ്രാർത്ഥിച്ച ആളാണ്. ഞങ്ങളുടെ വീട്ടിൽ എന്നും ചമ്മന്തിയായിരുന്നു. എൻ്റെ അമ്മ ആസ്മ പേഷ്യൻ്റായിരുന്നു, ഫാദർ കുടിയനായിരുന്നു. ഞാൻ ഈ ആദിവാസിയുടെ മുടി വെട്ടിയ ആളാണ്. ആദിവാസിയുടെ ഡ്രസ്സ് ഇട്ട് മുളക്കുഴ പഠിച്ച ആളാണ്. കൂടെ പഠിക്കുന്നതിൻ്റെ മുടി വെട്ടി എണ്ണയും സോപ്പൊക്കെ മേടിച്ച്. അപ്പോൾ അങ്ങനെ ജീവിച്ചിരുന്ന ആളാണ്. അപ്പോൾ എന്നും ചമ്മന്തി ആയതുകൊണ്ട് ഫുഡ് മാറാൻ പ്രാർത്ഥിച്ച ആളാണ്. ഫുഡ് മാറ്റണേ. കാരണം എന്ന് ചമ്മന്തി എങ്ങനെ ഈ അലക്കുന്ന സോപ്പുണ്ടല്ലോ, അലക്കുന്ന സോപ്പ്. ഇന്നിപ്പം ഞാൻ കുളിച്ചിട്ട് വന്ന സോപ്പ് ഡവിൻ്റെ സോപ്പാണ്, പ്രാവിൻ്റെ പടമൊക്കെ ഉള്ള ഡവിൻ്റെ സോപ്പാണ്. പക്ഷേ പണ്ട് ഞാൻ കുളിച്ച സോപ്പെന്ന് പറയുന്നത് ഈ അലക്കുന്ന 501 ബാർ സോപ്പായിരുന്നു. 501 പോപ്പ് ഫേമസ് സോപ്പാണ്. ഈ 501 ബാർ സോപ്പ് മേടിച്ചിട്ട് ഇത് കുളിച്ച് മുഖത്ത് ഇതിൻ്റെ കാരം അടിച്ചടിച്ച് ഈ മൂക്ക് പൊട്ടും. ഈ മൂക്ക് ഈ കുറേ ദിവസം ആകുമ്പോൾ ഇതിന് അലക്കുന്ന സാധനം വലിയ നമ്മൾ കുളിക്കാൻ മൂക്ക് പൊട്ടുമായിരുന്നു. അങ്ങനെ മൂക്ക് പൊട്ടിയിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഭക്ഷണം മാറ്റണേ, ഡ്രസ്സ് മാറ്റണേ, അന്തരീക്ഷം മാറ്റണേ. പാസ്റ്ററായി കഴിഞ്ഞപ്പോൾ ഡ്രസ്സെല്ലാം മാറാൻ തുടങ്ങി. സോപ്പ് ഈ പ്രാവശ്യം പോയിട്ട് വന്നപ്പോൾ 20 സോപ്പാണ് ഒരു ബണ്ടിൽ. അങ്ങനെ 1, 2, 3 ബണ്ടിൽ എന്ത് ചെയ്തു? ഈ പ്രാവശ്യം പോയിട്ട് വന്നപ്പോഴും കൊണ്ടുവന്നു. ഇതെല്ലാം കാരണം എന്നറിയാമോ? പാസ്റ്ററായതുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ട്? സത്യം പറഞ്ഞ എൻ്റെ പ്രിയരെ, ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു സുഖ സൗകര്യങ്ങളും ഈ മനുഷ്യൻ ഡവിൻ്റെ പറക്കുന്ന സോപ്പ് പോയിട്ട് അല്ലാത്തതുണ്ടോയെന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ വായിച്ചെടുത്ത ഒരു പരിഭവം ഉണ്ടോ നോക്കിക്കേ. ഒരു പരിഭവത്തിൻ്റെ വേട് നോക്കി. താഴ്ചയിലിരിക്കണോ? യെസ് ഐ ഡു. സമൃദ്ധിയിലിരിക്കണോ? യെസ് ഞാൻ ചെയ്യും. ഇനി എങ്ങനെ ജീവിക്കണം? എൻ്റെ സാഹചര്യം എന്തായാലും അങ്ങനെ ഞാൻ ജീവിക്കും. ഞാൻ ചിന്തിക്കുന്നു, ഈ മനുഷ്യനെ ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്തത് എങ്ങനെ? എനിക്കറിയത്തില്ല. എങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്തേ? നമ്മളൊക്കെ പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് നമുക്കൊരു കാൽക്കുലേഷനുണ്ട്. മീറ്റിംഗ് പകലും വൈകിട്ട് വന്നോ? പകലും വൈകിട്ട് വേണമെങ്കിൽ നമുക്ക് പോയിരുന്ന സമയത്ത് ഇത്ര രൂപ ഇങ്ങനെ കിട്ടും. മീറ്റിംഗ് വൈകിട്ട് മാത്രമാണോ? അപ്പം നമുക്കൊരു കാൽക്കുലേഷനിലായി മൂവ് ചെയ്യുന്നത്. വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ മനസ്സ് ചിന്തിക്കും, പകലും വൈകിട്ട് വേണമെങ്കിൽ ഇത്ര കിട്ടും, വൈകിട്ട് മാത്രമാണ് നമുക്ക് ഇത്ര കിട്ടും. ഇതെല്ലാം ചിന്തിച്ചാണ് പോകുന്നത്. മനസ്സിലായി? ഞാൻ ഹൃദയം തുറന്ന് സംസാരിക്കുക കേട്ടോ. സ്തോത്രം. അങ്ങനെയൊന്നും അല്ല. ഇനി കിട്ടുന്ന പൈസയ്ക്കാണ് ഒരു ശകലം കുറഞ്ഞാൽ മനസ്സിനകത്ത് ചിന്തിക്കേണ്ടതും ഇത്രയും വലിയ വണ്ടിയും കത്തിച്ചോണ്ട് പോയിട്ട് പുള്ളി നമുക്ക് തന്നില്ലെന്നുള്ളിൽ ഒരു അല്പമെങ്കിലും വിഷമിച്ചോണ്ട് നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യത്തുള്ളൂ? പോകത്തുള്ളൂ. പക്ഷെ ഈ മനുഷ്യനെ നോക്കിക്കേ, കൂടാരപ്പണി ചെയ്തോണ്ടിരിക്കുക. കൂടാരപ്പണി എന്തോ പരിപാടി? രാവിലെ കൂടാരപ്പണി എന്ന് പറഞ്ഞാൽ ടെന്റ് വർക്ക്. ഓക്കെ, പൈസ കിട്ടുമ്പോൾ ശമ്പളം കിട്ടും. എന്നിട്ട് എന്തോ ചെയ്യും? ഞങ്ങള് തൊറനോസിന്റെ പാഠശാല എടുത്ത് ആ പാഠശാലയ്ക്ക് വാടക കൊടുത്തിട്ട് വൈകിട്ട് ഞങ്ങൾ പ്രസംഗിക്കും. സ്തോത്രം. ഞാനാണ് കിട്ടുന്ന പൈസ കൊച്ചിനെ, ഇതെന്റെ തള്ളയ്ക്ക്, ഇതെന്റെ കൊച്ചിനെ. മനസ്സിലാക്കുന്നുണ്ടോ? ഈ പുള്ളി അങ്ങനല്ല. കിട്ടുന്ന പൈസ റെന്റിന് കൊടുത്തിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ ചോദ്യം, ഇതെങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ ആക്കി എന്നുള്ളതാ. ഹല്ലേലൂയ. നമ്മൾക്ക് മാറ്റാത്ത ഒരു പ്രത്യേക
തലത്തിലോട്ട് എങ്ങനെ ആകാൻ പറ്റി എന്നുള്ളതാ ഇന്ന് രാത്രി ഞാൻ ഇന്ന് പറഞ്ഞൊരു കാര്യം പറയാം. എത്ര യോഗം കൂടിയാലും ഈ മോഡുലേഷൻ, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു രൂപാന്തരത്തിലേക്ക് ഞാൻ നിങ്ങൾ വന്നില്ല എങ്കിൽ ഒരു മണ്ണങ്ങട്ട് നടക്കത്തില്ല. പക്ഷെ വന്നാൽ നാം ചിന്തിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ സംഭവിക്കും. വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് കരമുയർത്തിയോ കരമടിച്ചോ നമുക്ക് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. സമ്പടി ചേർന്ന് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഒത്തിരി ദുഃഖങ്ങളും ഭാരങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്നോട് നിങ്ങൾ പറയണം, ഒത്തിരി പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിട്ടും നിരാശപ്പെട്ടിട്ടില്ല. ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ഈ മനുഷ്യനങ്ങ് മാറി എന്നുള്ളതാണ്. മനസ്സിലാക്കുന്നുണ്ടോ? ഭാരമില്ല, ഭക്ഷണം ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ പ്രശ്നമില്ല, കിടക്കാൻ സ്ഥലം ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ സ്ഥലത്തിൽ കുഴപ്പമില്ല. നമ്മളങ്ങനൊന്നുമല്ല. നമ്മൾ യോഗത്തിന് പോകണമെങ്കിൽ നമ്മളെ പിക്ക് ചെയ്യണം. ഇപ്പോൾ ഒട്ടുമിക്ക ചർച്ചിലും പാസ്റ്റർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ, ഞാനിപ്പോൾ ഒരു പറഞ്ഞല്ലോ ഒരു ട്രഡീഷണൽ ചർച്ചിൻ്റെ ഭാഗമായിട്ടാണ്, പാസ്റ്റർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ക്രൈറ്റീരിയ ഉണ്ട്. പണ്ട് പാസ്റ്റർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ക്രൈറ്റീരിയ ഉള്ളൂ, പാസ്റ്റർ ആത്മീയനാണോ, ഞങ്ങളുടെ ചർച്ചയിൽ വരട്ടെ, പാസ്റ്റർക്ക് പ്രസംഗമുണ്ടോ, ഞങ്ങളുടെ അങ്ങനെയൊക്കെയായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പോഴങ്ങനല്ല. ഇപ്പം പാസ്റ്റർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ പാസ്റ്റർമാർക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ എന്ന് വരെ എന്ത് ചെയ്യും നോക്കും. ഡ്രൈവിംഗ് അറിയാമോ? അറിയത്തില്ല, എന്നാ വേണ്ട. അപ്പോൾ പാസ്റ്റർമാർക്ക് എന്തിനാ ഡ്രൈവിങ്? വേറെ കുഴപ്പമൊന്നുമില്ല, ആൾക്കാരെ പിക്ക് ചെയ്യണം. മനസ്സിലാക്കുന്നുണ്ടോ? കൊണ്ടുവരണം, കൊണ്ടുവിടണം, പറ്റുവാണെങ്കിൽ കോഫിയുടെ കൊടുക്കണം. അങ്ങനെ ഇപ്പോഴത്തെ സെറ്റപ്പ്. സ്തോത്രം. ഇവിടെ ആൾ കൂടണമെങ്കിൽ വണ്ടിയും ചർച്ച ഒന്നും ഇല്ലെങ്കിൽ വരത്തില്ല. കാരണം നമ്മളെ കുഴപ്പമില്ലാതെ ഉടയാതെ കൊണ്ടുപോയി ഏസിക്കകത്ത് ഉടയാതെ ഇരുത്തി ഉടയാതെ തിരിച്ചു കൊണ്ടുവരണം. പറ്റുവാണ് ഒരു കോഫിയോ അതിൻ്റെ കൂടെ ഒരു സ്നാക്സോ പറ്റിയാലൊരു ഫുഡോ ഉണ്ടെങ്കിൽ നമ്മൾ ഓക്കെയാ. മനസ്സിലാക്കുന്നുണ്ടോ? ഈ തലത്തിലേക്ക് നമ്മൾ മാറിയപ്പോൾ ഭക്ഷണം കഴിക്കാനുണ്ടോ? ഇല്ല. പലവട്ടം പട്ടിണി, നോ പ്രോബ്ലം. പലവട്ടം പൈദാഹം എന്ന് പറഞ്ഞ ദാഹം, കുടിക്കാൻ വെള്ളമില്ല. പലവട്ടം ദാഹം, കുഴപ്പമില്ല. ഇവിടെ ഇപ്പം നമ്മൾ വെള്ളം വെച്ചേക്കുന്ന ഫ്ലാസ്കിൽ സുന്ദരമായ വെള്ളം, തൊട്ടപ്പുറത്ത് വെള്ളം, ഇനി ഇത് കഴിയുമ്പോൾ വെള്ളം വേറെ, ഇനി അല്ലേ തന്നെ കുപ്പിക്കകത്ത് വെള്ളം. നമ്മളിതെല്ലാം കൈ വെച്ചിട്ടായി ഗ്ലോറി പറയുന്നത്. ഇതൊന്നുമില്ലാതെ പറയാൻ ഈ മനുഷ്യനെ പ്രിപ്പയർ ചെയ്തു. ഇയാളുടെ സെറ്റപ്പിന് മാറ്റം വന്നു. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ചോദ്യം എന്താണതെന്നുള്ളതാ. ആ സ്വപ്നം അല്ലെങ്കിൽ ആ തലത്തിലേക്ക് ഒരു മോഡുലേഷൻ, ഒരു രൂപാന്തരം സംഭവിച്ചേ പറ്റത്തുള്ളൂ. വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ചേർന്ന് കരമുയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ കരം അടിക്കാൻ പറ്റുമെങ്കിൽ ആ കരമൊന്ന് അടിച്ചൊരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത്, ആ കരമൊന്ന് അടിച്ചൊരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത്. ഇതിനകത്ത് പകരപ്പെടുന്ന ആത്മമണ്ഡലത്തിനായി സ്തോത്രം. ഇതിനകത്ത് പകരപ്പെടുന്ന അഭിഷേകത്തിനായി സ്തോത്രം. ഇതിനകത്ത് പകരപ്പെടുന്ന ദൈവകൃപയുടെ ചലനത്തിനായി സ്തോത്രം. ഇതിനകത്ത് വ്യത്യസ്തമായി വെളിപ്പെടുന്ന ആത്മീയ സാന്നിധ്യത്തിനായി സ്തോത്രം. കരമടിച്ചോ കരമുയർത്തിയോ ഇന്ന് പകലിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങാം. Hallelujah. Praise the Lord. എങ്ങനെയാകുമ്പോൾ അത് സാധിക്കുന്നത് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. നമ്മളിങ്ങനെ കഴിക്കാൻ പോകുന്ന സമയത്ത് ഫുഡിനകത്ത് നമുക്ക് ചിക്കൻ കിട്ടിയില്ലേ, നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമോ. മീൻ കഴിക്കുമ്പോൾ നമ്മൾ നോക്കും, നെയ്മീനാണോ അതോ നെയ്മീൻ്റെ അടുത്തിരുന്ന മീനാണോ? മനസ്സിലാക്കുന്നുണ്ടോ? നെയ്മീനാണോ കുഴപ്പമില്ല, നെയ്മീൻ്റെ അടുത്തിരിക്കുന്ന മീനാണ് നമുക്ക് വിഷമോ. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ ഫുഡ് ആണെങ്കിൽ നമ്മൾ നോക്കും, എത്ര കൂട്ടാനുണ്ട്, എത്ര കൂട്ടമുണ്ട്. ചിക്കൻ ആണെങ്കിൽ ഇത് വറുത്തിട്ടുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടോ? ഫുഡ് ഇത് നിങ്ങൾ ചിന്തിക്കുക, എന്താ ഈ മനുഷ്യൻ പറയുന്നതെന്ന്. പരമാർത്ഥമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ഇതിനകത്തൊന്നും അതിശയോക്തി ഒന്നുമില്ല. പരമാർത്ഥമാണ്. ഹൃദയം, ഹാർട്ട് തുറന്ന ഇന്ന് പകൽ ഞാൻ സംസാരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, എൻ്റെ മനസ്സിനകത്ത് ഒരു കൊതിയേ ഉള്ളൂ. ഈ മനുഷ്യനെ വ്യത്യസ്തമാക്കിയ ചില ചിന്തകൾ ഇന്ന് രാവിലെ ഞാൻ കൈമാറുമ്പോൾ അത് നിങ്ങളുടെ ഹാർട്ടിനകത്തോട്ട് കയറിയാൽ, നിങ്ങളുടെ ഉള്ളിൻ്റെ അകത്തോട്ട് കയറിയാൽ, ഒരുപക്ഷെ നീ ചിന്തിച്ചതിനപ്പുറത്തൊരു മണ്ഡലത്തിലേക്ക് ഈ യാത്ര കൊണ്ടുപോകും നിന്നെ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. In the name of Jesus, in the name of Jesus, Shamsiyan Tholi Andar Chanadia. സ്തോത്രം. എവിടോ ഒരു ഭയങ്കരമായ ഒരു പ്രിപ്പറേഷൻ, ഒരു ഒരുക്കം കർത്താവ് എന്ത് ചെയ്തു ഇല്ലേ? ഒരു ഒരുക്കം ഈ മനുഷ്യനെ ഒന്ന് മാറ്റിയെടുത്തുന്നുള്ളതാണ്. പണ്ടത്തെ പൗലോസ് എന്ന് പറയുന്ന ആളല്ല, അദ്ദേഹത്തെ ഒന്ന് മാറ്റിയെടുത്തു എന്ന് പറഞ്ഞേ. എന്നെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞേ. അങ്ങനെയൊന്നും അല്ല. ഇങ്ങനെ പറഞ്ഞാൽ കർത്താവ് മാറ്റായിരിക്കും, അങ്ങനൊന്നും അല്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ എന്ന് പറ, കർത്താവ് എന്നെ ഒന്ന് മാറ്റിയെടുത്തേ പറ്റത്തുള്ളൂ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഒന്ന് ചേഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ എന്നെ ഒന്ന് ചേഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ. നീ ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു വെപ്പണായിട്ട് എന്നെ ഒന്ന് മാറ്റിയെടുത്തേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഒന്ന് മാറ്റിയെടുത്തേ പറ്റത്തുള്ളൂ. എവിടെയൊക്കെ ചെത്തണോ, എവിടെയൊക്കെ പണിയണോ, എവിടെയൊക്കെ രൂപാന്തരം വരുത്തണോ, എവിടെയൊക്കെ സ്പർശിക്കപ്പെടണോ, ഏതൊക്കെ മേഖല ഒഴിവാക്കണോ, ആ മേഖല മൊത്തം ഒഴിവാക്കി എന്നെ ഒന്ന് നീ പണിതെടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയാൻ ഇന്ന് രാവിലെ കൊതിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ചേർന്ന് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത യേശുവിന്റെ രക്തം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. എങ്ങനെ സാധിച്ചെന്നുള്ളതാണ് അതിന് ആൻസർ പുള്ളി പറയുന്നുണ്ട്. ഒരിക്കലേ അഗ്രിപ്പാവിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പൗലോസ് പറയുന്നുണ്ട്, അഗ്രിപ്പ രാജാവേ, ഞാൻ നിൽക്കുന്ന നിൽപ്പ് എങ്ങനെയാണെന്ന് അങ്ങേക്കറിയാം. കയ്യിലൊരു ചെങ്ങലയൊക്കെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാൻ എൻ്റെ പഴയ മതത്തിൽ എങ്ങനെയാണ് നിന്നത് നീ ആൾക്കാർക്കൊക്കെ അറിയാം. ഇപ്പോഴും ഞാൻ ചെന്നാൽ എന്നെ പഴയ തലത്തിൽ എന്നെ കൊണ്ടുപോകാൻ ഇവർക്കെല്ലാം മനസ്സുണ്ട്. പക്ഷേ ഞാൻ ഇതിട്ട് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ 26:5 വാക്യം വെച്ച് അപ്പോസ്തല പ്രവൃത്തി 26:5. അതിനകത്ത് നമ്മുടെ ഒരു ചെറിയ ചിന്ത കിടപ്പുണ്ട്. ആ ചിന്ത പറഞ്ഞാണ് ഞാൻ ഇന്ന് മുമ്പോട്ട് പോകാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. രക്തത്താൽ ജയം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ പ്രിയരെ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് 1.5 മണിക്കൂർ പ്രസംഗിക്കാൻ പറ്റും. അതല്ല, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനപ്പുറം ചിലരുടെ അകത്തെങ്കിലും ഇന്ന് പകൽ ഈ ചിന്ത ഒന്ന് കയറണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ശംസിയാം ദർശനാഥന വായിക്ക് 26:5. അപ്പോസ്തല പ്രവൃത്തി 26:5. ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതഭേദ പ്രകാരം പരീക്ഷനായി ജീവിച്ചു എന്ന് ഇവർ, അതായത് പൗലോസിനെ കുറ്റപ്പെടുത്താൻ വന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അവർ ആദ്യം മുതൽ എന്ത് ചെയ്യുന്നു അറിയുന്നു. അടുത്ത വാക്യം, അവർക്ക് അതിനെക്കുറിച്ച് മനസ്സുണ്ടെങ്കിൽ സാക്ഷ്യം പറയാം. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങൾ രാപ്പകൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചും ആരാധിച്ചിട്ടും എത്തിപ്പിടിക്കാൻ ശ്രമിച്ച വാഗ്ദത്തത്തിന്റെ പ്രത്യാശ ഹേതുവായിട്ട് എത്ര ഞാൻ ഇപ്പോൾ ഈ ചങ്ങല എന്ത് ചെയ്യുന്നത് ധരിക്കുന്നത്. അപ്പോൾ പൗലോസിന്റെ ഈ ബന്ധനമൊക്കെ സഹിക്കാനുള്ള കാരണം ഒരു വലിയ പ്രത്യാശ അകത്തുണ്ടായിരുന്നു. ആ പ്രത്യാശ മാത്രമായിരുന്നു അല്ല, ഈ പ്രസംഗം പ്രസംഗിച്ച് വന്നിട്ട് പൗലോസിന്റെ ഈ ഫീൽഡിൽ നിൽക്കാൻ കാരണമായ ഒരു പ്രധാനപ്പെട്ട സംഭവം പറയുന്നത് അതിന്റെ 19ാമത്തെ വാക്യത്തില് പൗലോസ് പറയുന്നത്, അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിക്കാതെ. എങ്ങനെ? അപ്പൊ അസാധാരണമായി വേറെ തലത്തിൽ നിന്ന മനുഷ്യനെ ഈ റൂട്ടിലോട്ട് മാറ്റിക്കൊണ്ടുവന്ന ഏറ്റവും കാതലായ സംഭവത്തിന്റെ പേരാണ് ദർശനം. പറഞ്ഞേ എന്തോ? ദർശനം. ദർശനം പറഞ്ഞപ്പോ എത്ര സിമ്പിളാ അല്ലേ? റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പോൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഞാൻ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല. എപ്പോഴൊക്കെ? ഇതുവരെ എവിടെയൊക്കെ പോയോ അവിടെ ഒന്നും കാണിച്ചിട്ടില്ല. ഫുൾ ടൈം ഞാൻ സഞ്ചരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ദർശനത്തില്ല. എന്ന് പറഞ്ഞാൽ കഴിക്കാൻ ഫുഡുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. എന്താ ഫുഡില്ലെങ്കിലും കുഴപ്പമില്ലാത്തത്? എൻ്റെ മുമ്പിൽ ഒരു വിഷൻ കിടപ്പുണ്ട്. ആ വിഷനാണ് എൻ്റെ മുമ്പിൽ ഉള്ള ഗോൾ. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വിഷയമല്ല. എൻ്റെ മുമ്പിൽ ആഹാരമില്ല, സാരമില്ല. വസ്ത്രമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. കിടക്കാൻ സ്ഥലമുണ്ടോ? കുഴപ്പമില്ല. എന്നെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? കാരണം ഇത്രയേ ഉള്ളൂ, ഇതില്ല. വിളിച്ചാലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ദർശനം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ചുവട് വെക്കുന്നത്. ഞാൻ പറയാം, വിശ്വാസയാത്ര നല്ല ശ്രേഷ്ഠമായി വെടിപ്പായി വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ നിന്റെ അകത്ത് അസാധാരണമായി കത്തേണ്ട ഒരു മേഖലയാണ് ദർശനം. ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് കരമുയർത്തി ഒരുമിച്ചൊരു ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ആമേൻ പറഞ്ഞാൽ ആമേൻ. പെന്തിക്കോസ്തി വന്നത് എന്തിനാ ചോദിച്ചാൽ മോൾ എന്തോ പറയും? പെന്തിക്കോസ്തി വന്നത് എന്തിനാ ചോദിച്ചാൽ മോൾ എന്തോ പറയും? ഈ മോൾ എന്തോ പറയും? എന്തോ പറയും? ആഹാ, എന്നാ പിന്നെ ആ സിസ്റ്റർ പറയും എന്തോ പറയും? അൻസംബാസിന്റെ ചർച്ചില്ലയോ കൈയടിക്കാനൊക്കെ പോയി കൈയടിച്ച് പാട്ടൊക്കെ പാടി അങ്ങനെയാണോ? അതുക്ക് മേലെ വേണ്ടേ? അതുക്ക് മേലെ വേണ്ടേ? വേണോ? അപ്പൊ ഈ ബ്രദർ പറയും എന്തിന് പെന്തിക്കോസ്തി വന്നെന്ന് ഒന്ന് പറഞ്ഞാട്ട്. സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രദർ പെന്തിക്കോസ്തിനകത്ത് വന്നത്. ഹല്ലേലൂയ. തന്റെ ദർശനം എത്ര ശ്രേഷ്ഠമാണല്ലേ? പക്ഷെ അത് മാത്രമാണോ കാര്യം? അതുക്ക് മേലെ ഇല്ലേ? അതുക്ക് മേലെ എന്താ പാസ്റ്ററേ? അതുക്ക് മേലെ ഉണ്ട്. അതുക്ക് മേലെ ഉള്ളത് പിടിച്ചാലേ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഈ ടെലസ്കോപ്പിക് വിഷൻ എന്നൊരു പദം ഉണ്ട്, അറിയാവോ? ടെലസ്കോപ്പിക്
ടെലസ്കോപ്പ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ടെലസ്കോപ്പിക് വിഷൻ എന്നൊരു പദമുണ്ട്. അതറിയാമോ? ആ പദം എന്ന് പറഞ്ഞാൽ ദൂരദർശിനി ദർശനം എന്നാ. അതിന്റെ ഗൂഗിളിൽ കൊടുത്തേക്കുന്ന മീനിങ് ദൂരദർശിനി എന്ന് പറഞ്ഞാൽ താഴെ ഉള്ളതല്ല, മേളിലുള്ളത് എന്തോ കയറി കൊളുത്തി തന്റെ തലയിൽ. സ്തോത്രം. 80 കൊല്ലം ലൈഫല്ല. നിങ്ങൾക്കറിയാമോ 80 കൊല്ലത്തെ ലൈഫൊക്കെ സുന്ദരമായിട്ട് പോകാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നും ഉണ്ടോ? ലൂലു എന്നാ പ്രാർത്ഥനയാ? ലൂലു സ്തോത്രം. എന്തോ ഫാസ്റ്റിങ്ങില്ല അല്ലേ? അങ്ങനെയൊന്നുമല്ല. 80 കൊല്ലം നമുക്ക് ജീവിക്കാൻ കർത്താവ് വെച്ചിരിക്കുന്ന റേഞ്ച് ഉണ്ട്. ആ റേഞ്ച് ജീവിക്കാം. പക്ഷേ അതിനകത്ത് പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് എന്ത് ചെയ്യാം? അതാ ഇതിനകത്തുള്ള ലക്ഷ്യം. എൻ്റെ ചിന്ത അതുക്കും മേലെ, അതിൻ്റെ മേളിൽ ഒരു ഗൗരവമായ തോട്ട് അകത്ത് കത്തിയെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ നിസ്സന്തോഷമായി വെടിപ്പായി ജീവിക്കാൻ കഴിയത്തുള്ളൂ. അതിൻ്റെ പേരാണ് നിത്യത. ചേർന്ന് കരമുയർത്തി ഒരുമിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിയോട് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. ആ കരമൊന്ന് വീശി കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് OET പാസ്സാകട്ടെ, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുങ്ങൾ OET പാസ്സായില്ല, ഞങ്ങൾക്ക് UK പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഇങ്ങനെ ഒത്തിരി പേരുടെ പിള്ളേർ OET പാസ്സായി പോയത് കൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ പുറകെ എന്ത് ചെയ്യുന്നത്, അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ OET പാസ്സാകട്ടെ, കുഞ്ഞുങ്ങൾക്ക് കാനഡ വിസ കിട്ടട്ടെ, സ്തോത്രം, ഓസ്ട്രേലിയയിൽ PTE പാസ്സാവട്ടെ, അല്ലെങ്കിൽ IELTS പാസ്സാവട്ടെ. അങ്ങനെ പാസ്സായാലും ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും കിട്ടട്ടെ. പക്ഷെ അതാണോ ഫൈനൽ ഗോൾ? നോ, അതല്ല ഫൈനൽ ഗോൾ. ഇനി അങ്ങനെ അതാണ് ഫൈനൽ ഗോളെങ്കിൽ കുറേ പൈസയാണ് നമ്മുടെ ഗോളെങ്കിൽ ഇത് വല്ലതും കൊണ്ടുപോകാൻ പറ്റുമോ? എവിടുന്ന്? നല്ല ഉടുപ്പ് പോലും കിട്ടത്തില്ല പാസ്റ്റർ. പണ്ടത്തെ പിള്ളേരാണെങ്കിൽ സ്നേഹമുള്ള പിള്ളേരായതുകൊണ്ട് അവർ തീരുമാനിച്ചു എൻ്റെ അപ്പനെ അടക്കുമ്പോൾ ഞാൻ തേക്കിൻ്റെ പെട്ടിക്കകത്ത് എന്ത് ചെയ്യൂ, അടക്കൂ. കുറേ കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേർക്ക് മനസ്സിലായി ഡെഡ് മണിയാണ്, അതുകൊണ്ട് തേക്കിൻ്റെ പെട്ടി വേണ്ട, പിന്നെ തേക്കിൻ്റെ പോളിഷ് മതി. അവർ പോളിഷിൽ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ പെട്ടി ഔട്ടായോ? അങ്ങനെ വേണ്ടുന്നില്ല, ഔട്ടായോ? ഇപ്പം നമ്മൾ ഹോളി ആയതുകൊണ്ട് ആൾക്കാർ പറഞ്ഞില്ല എൻ്റെ അപ്പം അടക്കം അരിക്കുമ്പോൾ ഞാൻ വെള്ളപ്പെട്ടിക്കകത്ത് എന്ത് ചെയ്യത്തുള്ളൂ, അടക്കത്തുള്ളൂ. വെള്ളപ്പെട്ടി എന്ന് പറഞ്ഞാൽ വെള്ളത്തുണി. തുണിക്ക് 150 രൂപയുള്ളൂ. ആ തുണി അടിച്ചപ്പോൾ അകത്തെ പെട്ടി ഏതാന്ന് പോലും മിണ്ടുന്നില്ല. ഇല്ല. പിള്ളേർ ബിടെക് എംടെക് ആയതുകൊണ്ട് അവർ ചിന്തിക്കും ഡെഡ് മണിയാണോ അപ്പനെ കോട്ടിട്ട് അടക്കുന്ന ഇഷ്ടം. അപ്പം അവൻ പറയും ഡെഡ് മണിയാ, പഴയ കോട്ട് മതി. ഷൂ, അപ്പനെ ഷൂ നിർബന്ധമാണ്. പഴയ ഷൂ പോളിഷ് ചെയ്യത്തുള്ളൂ. പോളിഷ് ചെയ്തിരിക്കും. 150 രൂപയുടെ കാര്യമില്ല. മറ്റേതാണെങ്കിൽ 2000 രൂപ. ചുരുക്കം പറഞ്ഞാൽ എത്ര ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും എൻ്റെ അപ്പൻ ഉണ്ടാക്കിയ മുതലല്ലേ 1 ലക്ഷം രൂപ പെട്ടിയുടെ ചോട്ടി വെച്ചേക്കാം. ഈ മോതിരം വരെ കട്ട് ചെയ്യും. മനസ്സിലാക്കുന്നുണ്ടോ? എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? നിങ്ങൾ മിണ്ടുന്നില്ല. മരിച്ചെന്നറിയുമ്പോൾ പ്രാക്ടിക്കലി ചിന്തിച്ചാലേ മരിച്ചെന്നറിയുമ്പോൾ കൊണ്ട് മോർച്ചറി കൊണ്ടുവെക്കും. അറിയാമല്ലോ, ചത്തു, കുഞ്ഞുട്ടിച്ചാൻ ചത്തോ, ഓക്കെ. അടുത്തുള്ള മോർച്ചറി എവിടെ? നമ്മുടെ ജോസ്കോ. കൊണ്ടുവെക്കും. ജോസ്കോയിൽ കൊണ്ടുവച്ചേച്ച് ഞങ്ങൾ ഈ പ്രോഗ്രാം മൊത്തം അറേഞ്ച്മെൻറ്റ് ചെയ്യും. അടക്കത്തിൻ്റെ അന്ന് സെൻട്രൽ പാസ്റ്ററൊക്കെ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി, പന്തലുകാരെ വിളിച്ച് വെജിറ്റേറിയൻ ഫുഡൊക്കെ പറഞ്ഞിട്ട് രാവിലെ 7 മണിയാകുമ്പോൾ ഞങ്ങൾ ആംബുലൻസുകാരനെ പറഞ്ഞു വിടും. എങ്ങോട്ട്? മോർച്ചറിക്ക്. എന്തിനെ? ഡ്രസ്സ് ചെയ്യാൻ കൊണ്ടുവരാനല്ല, ഡ്രസ്സ് ചെയ്യാനുള്ള ഉടുപ്പൊക്കെ കൊടുത്തു വിടുന്നതാ. അതെല്ലാം കൊണ്ടുപോയി അയാളെ സെറ്റ് ചെയ്തിട്ട് വിളിക്കും. എല്ലാം ഇവിടെ ഓക്കെയാണ്, നിങ്ങൾ വന്നാട്ടെ. കാരണം നമ്മൾ പോയി അവിടെ നിന്നിട്ട് ഒരുക്കുന്നെങ്കിൽ നമ്മുടെ 1 മണിക്കൂർ എന്ത് ചെയ്യും, പോകും. ആംബുലൻസുകാരൻ്റെ കൊടുത്തു വിടുവാണെങ്കിൽ നമ്മൾ അപ്പം ചെന്നാൽ മതി. പുള്ളി എല്ലാം സെറ്റാക്കി വിളിക്കുമ്പോൾ നമ്മൾ പോയാൽ മതി. അവിടെ ചെന്ന് 8 മണിക്ക് ബോഡി എടുത്ത് ഇതിനകത്തോട്ട് വെച്ചിട്ട് ഫ്രണ്ടിൽ പാട്ട് പാടുന്നൊരു ടീം, അവരിങ്ങനെ സമയാമാം എന്ന് പാട്ട് പാടുമ്പോൾ തൊട്ട് പുറകിൽ ഒരു ബോഡി, ഒരു ആംബുലൻസ് പോകുന്നു. ആംബുലൻസിനകത്ത് 3-4 പേര് കാണും. കരയാനല്ല, കയറിയില്ലെങ്കിൽ മറ്റുള്ള എന്തായാലും ഓർക്കുമോ എന്നുള്ള ചിന്തയിൽ ഒരു 3-4 പേര് കയറി ആ സൈഡിലിരിക്കും. സ്തോത്രം. ഇരുന്നിട്ട് അതും കൊണ്ട് ഇങ്ങനെ വരും. വീട്ടിൽ വരുമ്പോൾ 9 മണി നേരെ റൂമിനകത്തോട്ട് കയറ്റും. ഒരു 10 മിനിറ്റ് വെക്കാൻ പ്രയാസമാണെങ്കിൽ വെച്ചില്ലെങ്കിൽ ആൾക്കാർ വല്ലതും പറയുമല്ലോ എന്നുള്ള ഒരു 10 മിനിറ്റ് അങ്ങോട്ട് കയച്ച് ഒരു സങ്കീർത്തനം വായിച്ചിട്ട് മതി, നമുക്ക് ഇനി വെള്ളോട്ട് കൊണ്ടുപോകാം. വെളിയിൽ വന്നാൽ 9 മണി മുതൽ 3 മണിക്കൂർ 12 വരെ, അത്രയേ ഉള്ളൂ. 3 മണിക്കൂറത്തെ പരിപാടി. വരുന്നവരെല്ലാം അനുശോചനം പറയുന്നു. ഇതെല്ലാം കഴിയുമ്പോഴത്തേനും 12 മണിക്കും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ പറയും ഇനി ആര് വന്നാലും ഇനി അനുശോചനത്തിന് സമയം കൊടുക്കണ്ടെന്നാണ് ആര് പറഞ്ഞേക്കുന്നേ? വീട്ടുകാർക്ക് മടുത്തു. ഇതുകൊണ്ട് മൂടണ്ടായോ? മടുത്തു. ഇനി ആരുടെയും കേൾക്കണ്ട. കേട്ട് മടുത്തു. മനസ്സിലാക്കുന്നുണ്ടോ? വന്നാലും പറഞ്ഞാലും പ്രസംഗിച്ചാലും ഒരു കാര്യമുണ്ട് പാസ്റ്ററെ, 12:30 സാധനം എന്ത് ചെയ്യണം? പൊക്കിയേ പറ്റത്തുള്ളൂ. 12:30 ആകുമ്പോൾ ഇതുപോലെ എടുത്തൊരു ആംബുലൻസ് കയറ്റി വെച്ചേച്ച് ഫ്രണ്ടിൽ പാട്ട് പാടുന്നൊരു ടീം, ആംബുലൻസ് അതിൻ്റെ പുറകിൽ വീട്ടുകാരെല്ലാം കൂടെ ചെന്നിട്ട് മോർച്ചറി ചെല്ലുമ്പോൾ, സെമിത്തേരി ചെല്ലുമ്പോൾ ഒരു ചെറിയ ഒരു സ്റ്റാൻഡ് അങ്ങോട്ട് വെച്ച് കുറച്ച് വാക്യങ്ങളൊക്കെ വായിച്ച് ഒരു ഫോർമാലിറ്റിക്ക് ഒരു 1/2 മണിക്കൂർ കൊണ്ടടക്കി തിരിച്ചു വന്ന് നല്ല ജ്യൂസും പപ്സും ഒക്കെ അടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകും. അതോടുകൂടി നമ്മുടെ പരിപാടി എന്ത് ചെയ്തു?
ഉള്ളൂ. ആര് മരിച്ചാലും ഇത്രയും സംഭവം ഉള്ളൂ. ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ പ്രതീക്ഷയെങ്കിൽ നമ്മളെ പോലെ അരിഷ്ടർ, അതാ പറയുന്നത്, ഈ ലോകത്തിലാണ് നീ പ്രതീക്ഷ വെച്ചിരിക്കുന്നെങ്കിൽ നമ്മെ പോലെ അരിഷ്ടർ. എന്നാൽ ഇതിനപ്പുറത്ത് ഒരു സുന്ദരമായ രാജ്യമുണ്ടെന്ന് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞാൽ അത് മനസ്സിലാക്കി ചലിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ കരം അടിച്ചോ, കരം ഉയർത്തിയോ, ശക്തിയോടെ ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു ആമേൻ പറയണം കേട്ടോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സകലവും കളഞ്ഞ് ഇതിനകത്തോട്ട് ഇറങ്ങി വന്നിട്ട് നിത്യരാജ്യം കൈവശമാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സ്വർഗരാജ്യത്തിൽ ദൈവത്തോട് ചേർന്ന് വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പരിപാടി കൊണ്ട് കാര്യമില്ല. പൗലോസിനെ മാറ്റിയെടുത്തത് ഒരസാധാരണ ദർശനമായിരുന്നു. പൗലോസിനെ ചലിപ്പിച്ചത് ഒരസാധാരണ ദർശനമായിരുന്നു. ഇന്ന് രാവിലെ ആ ദർശനത്തിൽ ചലിക്കപ്പെടാൻ അകത്ത് കൊതിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ചേർന്ന് അല്പം നിമിഷങ്ങൾ കാര്യം അടിച്ച് കർത്താവിനെ ഇന്ന് രാവിലെ സ്തുതിച്ചു തുടങ്ങുകയാണ്. ഓ റംസിയാം ദർശനാഥന, റീമാസിയാം ദർശനാഥന. കരമടിച്ച് കർത്താവിന് ഒരുമിച്ചൊന്ന് ആരാധിച്ച് അല്പ നിമിഷങ്ങൾ കരങ്ങളെ തട്ടി കർത്താവിന് ഒരുമിച്ചൊന്ന് സ്തുതിച്ച് യേശുവിന്റെ രക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതാ ഞാൻ ചോദിച്ച മോളെ എന്തിന് പെന്തക്കോസ് വന്നും ചോദിച്ചാൽ ഇനി മോൾ എന്തോ പറയും? ഇപ്പോഴും ആൻസർ ആയില്ല. ഇപ്പോഴും ഒരു ആൻസർ വന്നിട്ടില്ല. എന്തോ എന്തോ പറയും. എനിക്ക് ഒറ്റ ചിന്തയേ ഉള്ളൂ, സ്വർഗ്ഗത്തിൽ പോകണം. ആണോ ആണോ അല്ലയോ? നിങ്ങൾ മിണ്ടുന്നില്ല എവിടെ? സ്തോത്രം. ആൻറ്റി ഇപ്പോൾ ആൻസൺ പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർ ഇവിടെ ഒന്ന് യോഗം നടത്തുമ്പം അനുഭവിക്കുന്നൊരു പ്രഷർ, ചെറിയ പ്രഷറൊന്നുമല്ല. ഓരോ ദേശത്തിന് ഓരോ പോരാട്ടം ഉണ്ടില്ലയോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? പിന്നെ ഓരോരുത്തരുടെ പുറകിലും ഉണ്ട് ഓരോ ഫൈറ്റിങ്. ഇതെല്ലാം കൂടെ വെട്ടി പൗലോസ് പറയുന്നത് 3 കൊല്ലത്തെ മിനിസ്ട്രിയെ കുറിച്ച് പറഞ്ഞേക്കുന്നത് മൃഗയുദ്ധം എന്നാണ് പറഞ്ഞേക്കുന്നത്. 3 കൊല്ലത്തെ മിനിസ്ട്രിയെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്തോ യുദ്ധമാ എന്ന് പറഞ്ഞ ഓരോന്നിൻ്റെ പുറകിൽ ഓരോ മൃഗം ഉണ്ടെന്ന അർത്ഥം. അതാണ് മിനിസ്ട്രി. ഈ മിനിസ്ട്രി സക്സസ്ഫുൾ ആണെന്ന് എപ്പോഴാണ് തീരുമാനിക്കുന്നത്? 100 പേര് വരുമ്പോഴാണോ? പിന്നെ എപ്പോഴാന്ന് പറ? ഏലപ്പാറയുടെ പ്രസംഗം കൊള്ളാം അല്ലേ? ഹോ എന്നോ പ്രസംഗമോ, ഇന്ന് നമ്മുടെ ദേവദാസൻ കത്തിച്ചു. ഇത് കത്തിച്ചോ ഇല്ലയോ എന്ന് പറയേണ്ടത് ആൻസൺ പാസ്റ്ററാണോ? ആര് പറയണം അല്ലേ? എന്നോട് നിങ്ങൾ വരണേ, എന്നോട് നിങ്ങൾ ഉണ്ടോ? എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കാര്യം ഒന്ന് പൊക്കിക്കാൻ നോക്കട്ടെ. ഉണ്ടോ നോക്കട്ടെ. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ഇന്നത്തെ പ്രസംഗം ഉൾപ്പെടെ എൻ്റെ പ്രസംഗത്തിന് സർട്ടിഫൈ ചെയ്യേണ്ടത് നിങ്ങളൊന്നുമല്ല. നിങ്ങൾ പറയാ കൊള്ളാ. എനിക്ക് എന്നാ മെച്ചം? ഇനി കൊള്ളത്തില്ല. 2-3 മീറ്റിങ്ങിനെ ബാധിക്കുമായിരിക്കും. പുള്ളിയെ മാങ്കാങ്കുഴി വന്നിട്ട് വിജയിച്ചില്ല, പോരാ. പണ്ടത്തെ അഭിഷേകം പോരാ. ആട്ടെ, വിളിക്കണ്ട. 3 മീറ്റിംഗ് കഴിയുമ്പോൾ അടുത്ത മീറ്റിംഗ് കത്തുമ്പോൾ 10 പേര് പറയും കൊള്ളാം. വിളിക്കുക. അപ്പം ഈ 2-3 മീറ്റിങ്ങിൻ്റെ ബാധയേ ഉള്ളൂ നിങ്ങൾ കൊള്ളാം എന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും. എന്നാൽ ഇത് സർട്ടിഫൈ ചെയ്യേണ്ടത് ആരാ? ഇത് പരിശുദ്ധാത്മാവ്. ഇദ്ദേഹം സക്സസ് ആകുന്നത് ആള് കൂടുമ്പോഴല്ല. ഇദ്ദേഹം സക്സസ് ആകുന്നത് നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ്. ഓ സ്തോത്രം അല്ലേ? മോളുടെ പേരെന്നാ മോളെ? ജസ്റ്റിന മോള് നിത്യതയിൽ ചെല്ലുമ്പോൾ പാസ്റ്റങ്ങൾ അല്ലെങ്കിൽ തമ്പുരാൻ ചോദിക്കും, ജസ്റ്റിന ഫ്രം മാങ്കാങ്കുഴി ഇല്ലയോ? യെസ്. എങ്ങനെ വന്നു? പറഞ്ഞു ആൻസൺ. ആൻസൺ പാസ്റ്റർ അല്ലേ? യെസ്. ടിക്കേ 1 ടിക്കേ. മോളുടെ പേരെന്നാ മോളെ? അതും ജസ്റ്റിനെയാണ്. ജെസിയ. മോൾ എങ്ങനെ വന്നു? ആൻസർ. ഓ മോളും വന്നല്ലേ? ടിക്കേ. അങ്ങനെ ടിക്ക് വീഴുമ്പോഴാണ് കൊള്ളാം സക്സസ്ഫുൾ. നിങ്ങളുടെ വീട് ഹൗസ് വാമിങ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗിഫ്റ്റും കൊടുക്കത്തുന്നില്ല. ആൻസൺ വീട് ഹൗസ് വാമിങ് നടത്തിയില്ലയോ? 50 വീട്. ഓക്കെ, 50 പട്ടണത്തിൻ്റെ സ്വന്തക്കാരൻ. അങ്ങനൊന്നുമില്ല. അതൊക്കെ ഞങ്ങളുടെ മിനിസ്ട്രി സംബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? ഫൈനൽ ഗോൾ എന്താണ്? ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ ഒരു മെറ്റീരിയൽ വിടുതൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ പ്രാർത്ഥിക്കും, ഡെഫിനറ്റ്ലി പ്രാർത്ഥിക്കും. എനിക്ക് ദൈവാത്മാവ് ദൂത് തന്നിട്ടുണ്ട്, ഞാൻ ദൂത് പറയുകയും ചെയ്യും. അതൊക്കെ നിൽക്കട്ടെ. പക്ഷേ ഒരു ചർച്ചിൻ്റെ ഫൈനൽ ഗോൾ എന്ന് പറയുന്നത് കലർപ്പില്ലാത്ത നിങ്ങളെ നിത്യരാജ്യത്ത് കൊണ്ടുവെക്കുക എന്നുള്ളതാ. ഇന്ന് പകൽ മനസ്സിലാക്കുന്നവർ ചേർന്ന് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിക്കാൻ പറ്റുമെങ്കിൽ, ഒരുമിച്ചൊന്ന് ആരാധിക്കാൻ പറ്റുമെങ്കിൽ
അവൻ അന്തരാത്മാവിൽ കത്തേണ്ട സാധനത്തിന്റെ പേരാണ് വിഷൻ, ദർശനം. എന്തിന്റെ ദർശനം? നിത്യതയുടെ ദർശനം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അതകത്തുണ്ടെങ്കിൽ പരിഭവങ്ങളില്ല. ഉണ്ടോ? സന്തോഷം. ഇല്ലേ? സന്തോഷം. കഴിക്കാനുണ്ടോ? സന്തോഷം. കഴിക്കാനില്ലേ? സന്തോഷം. ബൊക്കയുണ്ടോ? സന്തോഷം. ബൊക്കയില്ലേ? നോ പ്രോബ്ലം. ഇതൊന്നും എന്നെ പരിക്കപ്പെടുത്തരുത്. കാരണം ഞാൻ വെക്കുന്ന സ്റ്റെപ്പുകൾ മറ്റൊരു രാജ്യത്തെ ലക്ഷ്യമാക്കിയിട്ടാണ്. ഇന്ന് രാവിലെ ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വലിയ സമ്പന്നനായ മനുഷ്യനെ ഇങ്ങോട്ട് മോഡുലേറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്താ ഇങ്ങോട്ടൊന്ന് തിരിച്ചു. ഈ തിരിവിൻ്റെ കാരണമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ ഞാൻ പാസ്റ്ററെ പൗലോസിന് കൊടുത്ത ദർശനങ്ങൾ ന്യൂ ടെസ്റ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ 7 ഉണ്ട്. ആ 7 ദർശനം ഇന്ന് പകൽ പറയാൻ എനിക്കൊരു പക്ഷേ സമയമുണ്ടെന്ന് അറിയത്തില്ല. ആ 7 ദർശനങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം പുള്ളിക്കാരന് ദർശനം കൊടുത്ത സമയം, ആ ദർശനത്തിൻ്റെ കൃത്യത, അത് നടന്ന സംഭവം, ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് രാവിലെ ഞാൻ ദൂത് പറഞ്ഞു വിടാം. 70 അല്ലെങ്കിൽ 80, അതുമല്ലെങ്കിൽ 90, അതിനപ്പുറം എത്ര ഓട്സ് കഴിച്ചാലും ഈ മണ്ണിൽ നിൽക്കാൻ പറ്റത്തില്ല. മനസ്സിലാക്കുന്നുണ്ടോ? ഓട്സിൻ്റെ പുട്ട്, ഓട്സിൻ്റെ കപ്പം, ഓട്സിൻ്റെ ജ്യൂസ്, ഓട്സിൻ്റെ എന്നാ ഓട്സ് അടിച്ചാലും നിനക്കിട്ടേക്കുന്ന ആയുസിനോട് 1 സെന്റിമീറ്റർ പോലും കൂട്ടാൻ പറ്റത്തില്ല. പിന്നെ ആ ആയുസ് അത്ര തന്നെ ഉള്ളൂ. അത് ഹെൽത്തി ആയിട്ട് പാർക്കാം എന്നുള്ളതേ ഉള്ളൂ. വിഷമടിച്ച് ചാകാതെ, ഹെൽത്തി ആയിട്ട് രോഗം വന്ന് ചാകാതെ ഹെൽത്തി ആയിട്ട് പാർക്കാം എന്നുള്ളതാണ്. ഇനി ഓട്സ് കൊണ്ട് നിന്നെ മൂടിയാലും തമ്പുരാനിട്ടിരിക്കുന്ന അപ്പുറത്തോട്ട് പോകത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുക, ഇത് സ്വന്തമല്ലാകയാൽ, ഇത് സ്വന്തമല്ലാത്തതിനാൽ സ്വന്തമായ ഒരു രാജ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ അന്തരാത്മാവിൽ കത്തുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യുകയാണ്. ഓ ശാന്താന കരമുയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ പറയാമേ. ഈ ഒന്നിനാലും പ്രശംസിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാമോ, ഇങ്ങനെ ഉപസിച്ചും കുത്തിയിരുന്നൊക്കെ പ്രാർത്ഥിച്ച് പണിയുന്ന വീടൊക്കെ ഉണ്ടല്ലോ, അത് പിള്ളേരെല്ലാം പൊളിച്ചു കളയത്തില്ലയോ? ഒന്നിനാലും നമുക്ക് പ്രശംസിക്കാനില്ലെന്ന്. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് മരുഭൂമിയിൽ അധ്വാനിച്ച് മരുഭൂമി എന്നൊക്കെ പറഞ്ഞാലും കാശിഷ്ടം പോലെ വരും. മരുഭൂമിയിൽ അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ സ്ഥലം മേടിച്ച് നല്ല വീട് എന്ത് ചെയ്തു ആണത്. നമ്മുടെ കൺമുമ്പിൽ പിള്ളേർ ആ വീട് എന്ത് ചെയ്യും? കാരണം ഒരു വീടിന് 40 കൊല്ലമേ ഡ്യൂറേഷൻ ഉള്ളൂ. നമ്മൾ 30ാമത്തെ വയസ്സ് വെച്ചതാ. നമുക്ക് 70 വയസ്സായപ്പോൾ വീടിന് 40 വയസ്സ് പ്രായം. പിള്ളേർ നോക്കിയപ്പോൾ അവിടെ പൊളിയുന്നു, ഇവിടെ പൊളിയുന്നു. ഫാഷൻ പോരാ. മാത്രമല്ല 10ാം ക്ലാസ്സും കുസ്തിയും പഠിച്ച് നമ്മൾ 1 കോടിയുടെ വീട് വെച്ചു. അവനാണെങ്കിൽ ബിടെക്കും എംടെക്കുവാ. നമ്മൾ 10ാം ക്ലാസ്സും അവൻ ബിടെക്കും. അപ്പം നമ്മൾ വെക്കുന്നതിന് ഇരട്ടി വീട് അവൻ എന്ത് ചെയ്യും? മാത്രമല്ല ഇതിന് ഫാഷൻ പോരാ. ഫാഷൻ പോരാ. കോടികൾ മുടക്കി നമ്മൾ വെച്ച വീട് നമ്മുടെ കൺമുമ്പിൽ ഇരുന്ന് JCB വന്ന് മാന്തും. മനസ്സിലാകുന്നു? ഉണ്ടാക്കിയതിൻ്റെ പാട് നമുക്ക് എന്ത് അറിയത്തുള്ളൂ. അവനിങ്ങനെ JCB കൊണ്ട് മാറിയിട്ട് അവിടെ ഒരു വീട് അവൻ എന്ത് ചെയ്യും? പണിയും. എന്നിട്ട് നമ്മുടെ ഫോട്ടോ കൊണ്ടുവെക്കുക. എൻ്റെ അപ്പൻ, കഷ്ടപ്പെട്ട എൻ്റെ അപ്പൻ്റെ ഫോട്ടോ, നമ്മുടെ ഫോട്ടോ കൊണ്ടുവെക്കും മോൻ. പക്ഷെ പ്രശ്നം, അത് വെക്കുമ്പോൾ അവൻ്റെ പ്രായം 40ആയി. ഒരു 40 കഴിയുമ്പോൾ അവൻ്റെ പ്രായം 80. അവൻ്റെ മോൻ ആ വീട് എന്ത് ചെയ്യും? പൊളിച്ചിട്ട് അവൻ്റെ ഫോട്ടോ കൊണ്ട് വെക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ അപ്പം അതൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ അമ്മമ്മ ഇങ്ങോട്ട് നോക്കിയേ. അതായത് ഇങ്ങോട്ട് പരമാർത്ഥം പറയട്ടെ. അടുത്ത 100 വർഷം കഴിയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ഫോട്ടോ പോലും ഈ ഭൂമിയിൽ കാണോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ? വല്യപ്പൻ്റെ അപ്പൻ്റെ ഫോട്ടോ ഉള്ള വീടുണ്ടോ? വല്യപ്പൻ ഇതെൻ്റെ അപ്പൻ്റെ അപ്പൻ, അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ ഫോട്ടോ ഉള്ള വീട് വല്ലതും ഉണ്ടോ? പുള്ളി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രോഡക്റ്റ് നിങ്ങളുടെ പപ്പായും നിങ്ങളൊക്കെ പുള്ളി ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഫോട്ടോ ഇല്ല. അതിനർത്ഥം അടുത്ത 100 കൊല്ലം കഴിയുമ്പോൾ നമ്മളാരും ഈ ഭൂമിയിൽ ബേബിക്കുട്ടി ഇല്ല. വി ആർ ഓൺ ദ ക്യൂ. ലിസൺ, ഇങ്ങനെ നിൽക്കുമല്ലയോ ക്യൂ. ഒരാളെ കൊണ്ട് തള്ളിയിട്ടു, അടുത്തത് ഒരാളെ തള്ളിയിടുന്ന സെല്ല് അതിനകത്ത് തള്ളിയിട്ടു, അടുത്ത പുള്ളി വരുന്നു. പുള്ളിയെ കൊണ്ട് തള്ളിയിട്ടു, അടുത്ത ആൾ വരുന്നു. നമ്മളെല്ലാം ക്യൂ നിൽക്കുമല്ലോ. ആന്നു. മാത്രമല്ല ഒരു കുടുംബത്തിനൊരു സെല്ലോട്ടില്ല താനും. 50 കുടുംബമുള്ള ചർച്ചിൽ ആകെ 6 സെല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരാളെ കൊണ്ടുവെക്കുക, തള്ളിയിടുക, അടുത്തവനെ കൊണ്ടുവെക്കുക, തള്ളിയിടുക. ഈ ആകെ കുറച്ചു കാലത്ത് ഈ ജ്യൂസും പപ്സും ഒക്കെ ജീവിക്കുക എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മെച്ചവും ഇല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിൻ്റെ ക്ഷണികത മനസ്സിലാക്കിയാല അതിൻ്റെ വലിപ്പം നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ചേർന്ന് കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറയാമേ. അപ്പൊ ആ
വിശ്വാസ പോർക്കളത്തിൽ നിൽക്കണമെങ്കിൽ നമ്മുടെ അകത്ത് തകർക്കാൻ കഴിയാത്ത ഒരു എന്താ വേണം? ദർശനം. സഭായോഗത്തിന് മടുപ്പുണ്ടോ? ഈ സാധനം ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രഡീഷണൽ പാസ്റ്ററാണ് ഞാൻ. അപ്പം അതൊക്കെ വെച്ചേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, പറയത്തുള്ളൂ. ദൂതം വരട്ടെ, ദൂതം വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ മറിച്ചിടട്ടെ, സന്തോഷമുള്ളൂ, അങ്ങനെ ദൂതന്മാർ മറിച്ചിടും. പക്ഷെ ഞാൻ കുറച്ചുകൂടെ ശാന്തമായിട്ടേ ഈ കാര്യങ്ങൾ പറയത്തുള്ളൂ. ഞാൻ പ്രാക്ടിക്കലി എനിക്ക് സംസാരിക്കാനുണ്ട്. എനിക്ക് ഒരു കാര്യം അറിയാം, ഡിസീസ് ഡേ വെച്ചാലൊന്നും കാര്യങ്ങൾക്ക് പരിഹാരം വരത്തില്ല. മനസ്സിലാക്കുന്നുണ്ടോ? അന്തരാത്മാവിൽ വരുത്തേണ്ട മാറ്റങ്ങൾ മരുത്തി കയറുമ്പോഴാണ് ചലിക്കാൻ കഴിയാത്ത ഒരു അസാധാരണ മനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിന് ഒരുമിച്ചൊന്ന് സ്തുതിച്ച് ആ കാര്യം അടിച്ച് കർത്താവിന് ഒരുമിച്ചൊരു ഹല്ലേലൂയ പറയോ. സ്തോത്രം. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ ഈ തലത്തിലേക്ക് കൊണ്ടുവന്നത് അസാധാരണമായ വിഷനാണ്, ദർശനമാണ്. ഒരു ദർശനം ഫസ്റ്റ് കൊടുത്തു. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കണം. ഒന്ന് വായിക്കൂ. അപ്പോസ്തല പ്രവൃത്തി 9:3 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു. സ്തോത്രം. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവരുടെ ചുറ്റും മിന്നി. അടുത്ത വാക്യം. അവൻ നിലത്തു വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന്. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവനെ എന്ത് ചെയ്തു? മിന്നി. അടുത്ത അവൻ നിലത്തു വീണു. ശൗലേ ശൗലേ, വായിച്ചേ മാമേ. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. അടുത്ത വാക്യം. നീ ആരാകുന്നു കർത്താവേ എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന് അടുത്ത വാക്യം, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. അച്ഛാ എൻ്റെ കൂടെ ഉണ്ടെന്നോ ഇല്ലെന്നോ? എൻ്റെ കൂടെ ഉണ്ടോ? കരം ഉയർത്തി സ്തോത്രം എന്ന് പറഞ്ഞാൽ ഉണ്ടോന്നറിയാൻ കരം ഉയർത്തി ഒന്നുകൊടുന്ന ഒരു 2 മിനിറ്റ് ആ കരം ഒന്ന് അടിച്ച് നോക്കട്ടെ, നിങ്ങളുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി. സ്തോത്രം 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 സ്തോത്രം. പൗലോസിന് കൊടുത്ത ഫസ്റ്റ് വിഷൻ, ലിസൺ ടു മീ, ഫസ്റ്റ് വിഷൻ. സഭയെ നശിപ്പിക്കാനുള്ള അധികാരപത്രം മേടിച്ചുകൊണ്ട് ഡെമസ്കോസിലോട്ട് പോകുന്ന വഴിക്ക് അതിന്റെ പടിവാതിൽക്കൽ ചെല്ലുമ്പോൾ ഒരു ദർശനം കർത്താവ് കൊടുക്കുന്നു. ഒരു പ്രകാശം എന്ത് ചെയ്തു? ഒന്ന് മിന്നി. അവൻ ആ പ്രകാശം കണ്ടെന്ന വാക്യം 26 പറയുന്നു. അയാൾ ആ പ്രകാശനം കണ്ടു, പക്ഷെ കൂടെയുള്ളവർ കണ്ടില്ല. അപ്പൊ ദർശനം ആർക്ക് മാത്രമായിരുന്നു? പൗലോസിന് മാത്രമായിരുന്നു. ആ ദർശനം മിന്നി, അയാൾ താഴെ വീണു. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ നിന്നെ ഉപയോഗിക്കും, ഞാൻ നിന്നെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിക്കും എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ നേരെ കൊണ്ടുപോയി ഇരുത്തിയത് യൂദ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ നേർവീതി. 3 ദിവസം കാഴ്ചയില്ലാതിരുന്നു. അനന്യാസ് ചെന്നു, അയാളുടെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. അയാളുടെ കണ്ണിൽ നിന്ന് ചെതുമ്പലി പോലെ എന്തോ ഒന്ന് എന്ത് ചെയ്തു? വീണു. അവൻ കാഴ്ച പ്രാപിച്ചു, അവൻ സ്നാനപ്പെട്ടു, കർത്താവിൻ്റെ വേല എന്ത് ചെയ്തു. ഇങ്ങോട്ട് നോക്കൂ. വിത്തിൻ സെക്കൻഡിൽ, അതായത് ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് അങ്ങനെ വേണേൽ പറയാം, അധികാരപത്രം മേടിച്ചുകൊണ്ട് തകർക്കാൻ പോകുന്ന പോക്കിൽ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ ഒരു ചെറിയ ദർശനം അയാളുടെ മേൽ വന്നപ്പോ ആ അധ്യായത്തിൽ തന്നെ ഇവൻ മൊത്തത്തിൽ യൂ ടേൺ ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പൊക്കോണ്ടിരുന്നവൻ പെട്ടെന്ന് യൂ ടേൺ ചെയ്തു. നശിപ്പിക്കാൻ പോയവൻ പണിയപ്പെടാൻ തുടങ്ങി. മനസ്സിലാക്കുന്നുണ്ടോ? തീർക്കാൻ ചെന്നവൻ അത് പണിയാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ആർക്കും തകർക്കാൻ കഴിയാത്തൊരു ദർശനം നിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയാം, ഇതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായത് എന്തൊക്കെയോ ചെയ്യാൻ ആദ്യം നിന്നെ ഉപയോഗിക്കും. വിശ്വസിക്കുന്നവർക്കായി സ്വോത്രം. ചേർന്ന് കരമുയർത്തി ഒരുമിച്ച് പ്രത്യേകിച്ച് ഒരു ദർശനം ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ടൊരു മണ്ണാങ്കട്ടയും. ഞാൻ ഈ KM ടൈറ്റസ് എന്ന് പറഞ്ഞൊരു പാസ്റ്റ് ഉണ്ട് പത്തനംതിട്ടയിൽ. എന്തോ ഒരു ഗ്ലോറിയസ് റിവൈവൽ അങ്ങനെ കണ്ട. ഇപ്പം പണ്ട് കിങ്സ് റിവൈവൽ ചർച്ച 2003 അന്ന് അദ്ദേഹം ഒരു യോഗം വെച്ചു. ബ്ലസ് പത്തനംതിട്ട. നമ്മളിങ്ങനെ മിനിസ്റ്റർക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ബിഗിനിങ് ടൈമാണ്. എവിടെ യോഗം ഉണ്ടെങ്കിലും പോവും. ഒരു വർഷം 3, 4, 21 ഒക്കെ ഇരുന്ന ചരിത്രം എനിക്കുണ്ട്. ഞാനും രാജശേലപ്പാറൊക്കെ ഒരു വർഷം 3, 4, 21 ഇരുന്നിട്ടുണ്ട്. 40, 21 ഇങ്ങനെ ഇരിക്കും. എവിടെ ഉണ്ടെങ്കിലും പോവും.
കിങ്സ് റിവൈവൽ ചർച്ചിൻ്റെ 21 days ഫാസ്റ്റിംഗ് പ്രയർ ബ്ലസ് പത്തനംതിട്ട. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഏലപ്പാറയിൽ നിന്ന് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് രാവിലെ മെട്ടിച്ചില്ല. അവിടെ വെച്ചാൽ ഞാൻ ഈ അനി ജോർജ് പാസ്റ്ററെയൊക്കെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒന്ന് പ്രസംഗിക്കാനുണ്ട്. അദ്ദേഹം അന്ന് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ വാക്യം എൻ്റെ മനസ്സിൽ കിടക്കുക. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് ഞാൻ കാണുന്നില്ല, എങ്കിലും ഒരു കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. എന്നിട്ടൊരു വലിയുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? ആ വലിയും ആ വാക്കൊക്കെ ഇപ്പോഴും മനസ്സിൽ കിടക്കുക. ഈ യോഗം നടന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഏലപ്പാറയിലും ഇതുപോലെ ഒരെണ്ണം എന്ത് ചെയ്യണം? ബ്ലസ് ഏലപ്പാറ ദർശനമാണല്ലോ. അവിടെ വെച്ച് 10 പാസ്റ്റർമാരെ ബുക്ക് ചെയ്തു. 10 ദിവസം പ്രോഗ്രാം, 10 പേരെ വിളിച്ചു. ഈ അനി ജോർജ് പാസ്റ്റർ ഉണ്ടായിരുന്നു, ഒരുമാതിരിപ്പെട്ട അന്ന് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന പാസ്റ്റർമാരൊക്കെ. ജോൺ ലോറൻസ് ഉണ്ടായിരുന്നു, സന്തോഷ് വറീസ് റീസെൻ്റ് മരിച്ചു, സന്തോഷ് വറീസ് ഉണ്ട്. കുറച്ച് പാസ്റ്റർമാരെ ബുക്ക് ചെയ്തു, പ്ലാൻ ചെയ്തു. എൻ്റെ മോനെ 1 രൂപ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യൻ ഗതികേട്ട് ജീവിക്കുന്നൊരു കാലഘട്ടം. 60,000 രൂപ വേണം. എൻ്റെ പെങ്ങളൊരു 500 രൂപ അയച്ചു തന്നു. 500 രൂപ. ആ 500 രൂപ അലമാരിയുടെ ആരും കാണാത്തൊരു അറയുണ്ട്. ഉണ്ട്, ഇവർക്കെല്ലാം അറിയാം. ആ അറയ്ക്കകത്ത് വെച്ചേച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം കാണാവുന്ന അറയെ വെച്ചാൽ എൻ്റെ അമ്മച്ചി അത് അടിച്ചുകൊണ്ട് എന്ത് ചെയ്യും? കാരണം അമ്മയുടെ കുഴപ്പമല്ല, 500 എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അന്ന് 5 ലക്ഷത്തിൻ്റെ വലിപ്പമാണ്. കാരണം ഒന്നും ഇല്ല അവിടെ നിന്നും. സ്തോത്രം. രാത്രി 12 തൊട്ട് 2 വരെയാണ് പ്രയർ ടൈം. ഈ 10 ദിവസത്തെ കൺവെൻഷൻ കഴിയുമ്പോൾ എൻ്റെ പ്രാർത്ഥന, ഈ കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോഴെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് 2 ഷർട്ടും 2 പാൻറ്റും വേണം. 2004 രാജേഷ് ഒക്കെ അന്ന് രാജേഷ് പാടി ഇറങ്ങിയൊരു പാട്ടാണ്, അഗ്നിയാൽ അഭിഷേകമേ തീയാൽ അഗ്നിയാൽ ആരാധന തീയാൽ അഭിഷേകമേ, ഒരു പാട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ആ പുള്ള തുടക്കം, ആ പാട്ട് അവിടെ തുടങ്ങുന്നേ. സ്തോത്രം. ഷർട്ടിടാൻ നിവർത്തിയില്ലാത്ത ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എനിക്കിത് കഴിഞ്ഞ് പോകുമ്പോൾ സ്വന്തമായി 2 ഷർട്ടും 2 പാൻറ്റും എന്ത് ചെയ്യണം? വേണം. യോഗം ഏലപ്പാറയുടെ ചരിത്രത്തിലെ അസാധാരണ മീറ്റിംഗ് ആയിരുന്നു. ഭയങ്കര വമ്പം മീറ്റിംഗ്. കണ്ണാടിയൊക്കെ ബിജി അഞ്ചൽ പാസ്റ്റർ അന്ന് വന്നിട്ട് കണ്ണാടി ഊരുക ചവിട്ടി പൊട്ടിക്കുക, കണ്ണാടി ഊരുക ചവിട്ടി പൊട്ടിക്കുക ആന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ പിന്നെ കവർ എന്ന് പറഞ്ഞാൽ ചവിട്ടി പൊട്ടിച്ചിട്ട് പിന്നെ മേടിച്ചു കൊടുക്കൊന്നുമല്ല, സൗഖ്യമാകുക. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. അങ്ങോട്ട് ചെന്ന മോളെ ഇതിങ്ങനെ ആ മോളെ മേടിക്കണ്ട, ഇങ്ങനെ ഒരു ചവിട്ട്. കഴിഞ്ഞ ദിവസം നിത്യത്തിൽ ചേർക്കപ്പെട്ട സന്തോഷ് വറീസ് പാസ്റ്റർ അന്ന് ഉപയോഗിക്കുന്ന ഒരു കർച്ചീഫുണ്ട്, ഒരു ടവൽ. ഇതിനൊക്കെ കുറച്ചുകൂടെ വലുതാണ്, ശരീരം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ വലുതാണ്. അപ്പോൾ ആചാരം നടക്കുന്ന സമയത്ത് പുള്ളി ഈ ടവൽ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഒരു ജോസഫ് പാസ്റ്ററിൻ്റെ വയറ്റിലോട്ടൊരു അടി അടിച്ചു. ഇങ്ങനെ ഒറ്റയടി. ആരാധിക്കുന്ന സമയത്തില്ല, ശ്രദ്ധിച്ചില്ല. ഈ പുതപ്പ് കൊണ്ടൊരു വീഴുകയും പുള്ളി ഒരു ഒറ്റ കുതിപ്പ് കുതിച്ചിട്ട് മണ്ടേ മുട്ടുന്ന പോലെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് ഒരു വേറെ ലലമായിരുന്നു. സ്തോത്രം. ഞാൻ ഓർക്കുന്ന പാസ്റ്റർ അനി ജോർജ് ആയിരുന്നു ലാസ്റ്റ് പ്രസംഗിച്ച്. അദ്ദേഹത്തിന് അന്ന് പ്രസംഗിക്കാൻ പറ്റിയില്ല. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം മൊത്തം മാറിയിട്ട് പുള്ളി കസേര എടുത്തുകൊണ്ട് ചെന്ന് ആൾക്കാരുടെ നടുക്കിട്ടേച്ച് അതിൻ്റെ പുറത്ത് കയറുന്ന എന്ത് ചെയ്തേ എന്ന് പറഞ്ഞാൽ അത്ര ക്രൗഡഡ് ആയിരുന്നു മീറ്റിംഗ്. ആ തലത്തിലോട്ട് മാറി. അവസാനം ഞാൻ 2 ഷർട്ടും 2 പാൻറ്റും മേടിച്ചുകൊണ്ടാണ് വീട്ടിലോട്ട് പോയത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം, അതിൻ്റെ പിമ്പിൽ ഒരു അത്ഭുതമുണ്ട്. കാരണം 10 ദിവസത്തെ യോഗം കഴിഞ്ഞു. എല്ലാവർക്കും പൈസ കൊടുത്തു. ഈ സൗണ്ടുകാരന് കൊടുക്കാൻ പൈസ ഇല്ല. അയാൾക്കൊരു 10,000 രൂപ കൊടുക്കണം. എൻ്റെ കൊടുക്കാൻ നിവർത്തിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഇന്നിപ്പോൾ ശനിയാഴ്ച ആയില്ലയോ, നിങ്ങൾ പൊക്കോ, ഞാൻ നാളെ തന്നേക്കാം. പുള്ളിക്കറിയാം എനിക്ക് ഇത്രയും പ്രായമുള്ളെന്ന്. ഇവിടുന്ന് പോയാൽ കിട്ടത്തില്ലെന്ന് പുള്ളിക്ക് എന്ത് ചെയ്യാം അറിയാം. അതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു, എന്തായാലും 10 ദിവസം ഞാൻ സ്റ്റേ ചെയ്തല്ലയോ, ഇന്നൂടെ സ്റ്റേ ചെയ്ത് നാളെ ഞാൻ പാസ് തരുന്ന പൈസ മേടിച്ചുകൊണ്ട് എന്ത് ചെയ്തോളാം, പൊക്കോളാം. എവിടുന്ന് താലേ മുട്ട വെച്ച വേകുന്ന പോലെ എൻ്റെ അനുഭവം. പിറ്റേ ദിവസം സഭായോഗമാണ്. പാസ്റ്റർ ബിനു ഡൊമിനിക് അന്ന് പ്രസംഗിക്കുകയാണ്. ഒരു 30 പേര് വരുമ്പോൾ, 30 പേരെ ആകെ ഉള്ളൂ. ഇതുപോലെ ന്യൂ ബിഗിനിങ് ആണ്. തുടങ്ങിയപ്പോൾ ഒരു ആൻറ്റി വന്നു. 10 ദിവസവും ഈ കൺവെൻഷൻ അവരുണ്ടായിരുന്നു. അവരൊരു പാത്രത്തിനകത്ത് കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കി ഞാൻ ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് കൊണ്ടുവച്ചു. അവർ വന്നപ്പോൾ സഭായോഗത്തിൻ്റെ പകുതി സ്വോത്രരാഴ്ചയുടെ സമയമായി. അപ്പോൾ അവർ ഈ പാത്രം കൊണ്ട് വെച്ചേച്ച് തിരിഞ്ഞ ഉടനെ ഓഫറിങ്ങിൻ്റെ ബോക്സ് ഫ്രണ്ടിൽ വന്നു. 1 മിനിറ്റ് ഒന്ന് ചിന്തിച്ചിട്ട് എന്ത് സംഭവിച്ചു എനിക്കറിയത്തില്ല. പെട്ടെന്നൊരു സ്വർണ്ണമാല എന്ത് ചെയ്തു അങ്ങോട്ട് ഊരി അതിനകത്തോട്ടിട്ടു. ഞാൻ കൊണ്ടുപോയി അത് വിറ്റു. 12,000 രൂപ കിട്ടി. 10,000 രൂപ കൊടുത്ത് സൗണ്ടുകാരനെ പറഞ്ഞു വിട്ടേച്ച് 2,000 രൂപയ്ക്ക് തൊട്ട് താഴെ അൻല ടെക്സ്റ്റൈൽസിൽ നിന്ന് 2 പാൻറ്റും 2 ഷർട്ടും മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയ ആളാണ് ഞാൻ. മനസ്സിലാക്കുന്നുണ്ട്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പറഞ്ഞത് ഒത്തിരി പ്രതിസന്ധി ഉണ്ടായിട്ടും മുമ്പോട്ട് പോകാൻ പ്രേരകമായ കാരണം എന്ന് പറയുന്നത് ബ്ലസ് പത്തനംതിട്ടയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ കണ്ടു ബ്ലസ് ഏലപ്പാറ നടക്കുന്നേ. ആ വിഷൻ എൻ്റെ അകത്ത് കയറിയപ്പോൾ എൻ്റെ കാര്യങ്ങൾ മാറാൻ തുടങ്ങി, എൻ്റെ സ്റ്റെപ്പുകൾ മാറാൻ തുടങ്ങി, എൻ്റെ ചിന്തകൾ മാറാൻ തുടങ്ങി. മനസ്സിലാകുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിങ്ങളുടെ അകമെന്ന് കത്തി കയറിയേ പറ്റത്തുള്ളൂ. ആർക്ക് തകർക്കാൻ കഴിയാത്ത ഒരു ദർശനം നിന്റെ അകത്തുണ്ടെങ്കിൽ അത് പൂട്ടിക്കെട്ടാൻ
ഒരു ശക്തിക്ക് കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ചേർന്ന് സ്തോത്രം പറ. ചേർന്ന് കരം ഉയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ പറഞ്ഞാട്ടെ ശക്തിയോടെ. സ്തോത്രം സ്തോത്രം. അധികാരത്തിൻ്റെ പത്രമൊക്കെ മേടിച്ച് സഭയെ നശിപ്പിക്കാൻ പോയതിൻ്റെ ലൈഫിനെ ടേൺ ചെയ്തത് ഒരു കൊല്ലത്തെ വിഷൻ അല്ല, ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിലെ ഒരു കൊച്ചു വിഷൻ, ഒരു ചെറിയ വിഷൻ, ഒരു പ്രകാശമിന്നി ആൾ മാറി. ഈ മതിലിൻ്റെ മണ്ടയിൽ നിന്ന് കൊട്ടയ്ക്കകത്തോട്ട് കയറാൻ പറഞ്ഞപ്പോൾ പുള്ളി പുഷ്പം പോലെ കൊട്ടയ്ക്കകത്ത് കയറി. 600 കോടി രൂപയുടെ ആസ്തിയുള്ള ആളായിരുന്നു പണ്ട്. ഭയങ്കര സമ്പന്നായ ഒരു അപ്പൻ്റെ മോന. അന്ന് ലോകത്തിലെ ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി പഠിച്ച സ്കോളറാണ്. വിദ്യാഭ്യാസത്താൽ പൗലോസെ നിനക്ക് ഭ്രാന്തുണ്ടെന്ന് പറയത്തക്ക നിലയിൽ വിദ്യാഭ്യാസമുള്ള ആളാ. അയാളോട് പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യാമോ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഈ കൊട്ടയ്ക്കകത്തോട്ട് എന്ത് ചെയ്യാമോ, ഒന്ന് കയറാമോ? 4 പേര് 4 മൂല പിടിച്ചൊരു കൊട്ടയ്ക്കകത്തോട്ട്. പോൾ പറഞ്ഞു വിത്തിൻ സെക്കൻഡിൽ ആൾ വട്ടം കയറിയിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ താഴെ വിട്ടോ. മനസ്സിലാകുന്നുണ്ടോ? ഈ മാറ്റത്തിൻ്റെ കാരണം എന്താ? ഒരു രാജകീയ പ്രൗഢി നിന്നവൻ ഒരു കൊട്ടയ്ക്കകത്തോട്ട് കയറാൻ കാരണം ദ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൻ്റെ വിഷനാണ്. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. ഇന്ന് രാവിലെ ചലിക്കപ്പെടുന്നവർക്കായി, ഈ രാവിലെ തിരിക്കുന്നവർക്കായി, മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓ റിസീവ് ദ പവർ. ഇന്ന് രാവിലെ ദർശനത്തിൻ്റെ അകത്തോട്ട് കയറാൻ, ദൂതിൻ്റെ അകത്തോട്ട് കയറാൻ, കാഴ്ചപ്പാടിൻ്റെ അകത്തോട്ട് കയറാൻ, അകത്ത് ചലിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എനിക്കറിയത്തില്ല ആൻസമാസ്റ്റർ ആദ്യം ഇന്ന് പകൽ ഇതിനകത്ത് സ്പ്രെഡ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ എന്ത് ചെയ്യുന്നു? പുളിപ്പിക്കുന്നു. ഒരു ചെറിയ പുളിമാവിന് കൂടെ നിൽക്കുന്നതിനെ മൊത്തം പുളിപ്പിക്കാനുള്ള പകർച്ചയുടെ വ്യാപാരമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് അത് എത്ര അധികമാ. ഇന്ന് രാവിലെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ഒരു സ്പ്രെഡിങ്, ഒരു പകർച്ച ദൈവം പകരാൻ തുടങ്ങുകയാണ്. അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ചേർന്ന് അല്പനിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. പോരെ പോരെ പോരെ. ആത്മാവിൽ കത്തട്ടെ, ആത്മാവിൽ കത്തട്ടെ, ആത്മാവിൽ കത്തട്ടെ. ശാസിയ ധേരിയ ധേരിയ. കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? ശക്തിയോടെ, ശക്തിയോടെ അമ്മേ ഒരു ഹല്ലേലൂയ പറഞ്ഞേ അമ്മേ. ഹല്ലേലൂയ. അപ്പോൾ ഒരാളെ ദൈവം തമ്പുരാൻ തിരിക്കാൻ പ്ലാൻ ചെയ്താൽ 1 മണിക്കൂറിൻ്റെ കഷ്ടപ്പാടൊന്നും വേണോ? വേണ്ട. ഞാൻ പറഞ്ഞു, എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം പറഞ്ഞില്ലയോ. രാജേഷ് ഏലപ്പാറ പാസ്റ്ററിൻ്റെ ചർച്ച ഒരു 21 ഡേയ്സ് ഇരിക്കുമ്പോൾ എന്നോട് അന്ന് പ്രസംഗിച്ചൊരു പാസ്റ്ററുണ്ട്, ഷിബു പിന്മഴ. അദ്ദേഹം പറഞ്ഞു, അനീഷ് പാസ്റ്റർ ഇന്ന് നിങ്ങളുടെ അകത്തൊരു അഭിഷേകം എന്ത് ചെയ്യും? വരും. 10ാം ദിവസമാണ്. രാജേഷിൻ്റെ വീട് എന്നൊരു പഴയ വീടാണ്. അതിൻ്റെ മണ്ടേ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക. 9 മണിയായോ 9:30 ഒന്നും വന്നില്ല. എനിക്കൊരു വിഷമം. ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് രാത്രി ഇൻറ്റർസെസറി പ്രയർ 4 പേര്, ഇദ്ദേഹവും ഞാനും രാജേഷും ആരൊക്കെയുണ്ട്. ഒരു സ്പർശനം എൻ്റെ മേൽ വന്നു. 2 മിനിറ്റ്, 2 മിനിറ്റ്സ്, ഓൺലി 2 മിനിറ്റ്സ്. 1 മണിക്കൂർ ഞാൻ ആരാധിച്ചു. നിങ്ങൾക്കൊരു സത്യം അറിയാവോ മോളെ? അങ്കിൾ ജസ്റ്റീന ഏലപ്പാറ പാസ്റ്റർ ഇന്ന് ഇവിടെ പ്രസംഗിക്കാൻ കാരണം അന്നത്തെ 2 മിനിറ്റ്സാ. ലോകത്തിലെ ഏറ്റവും വലിയ കോൺഫറൻസുകളിൽ അങ്കിൾ പ്രസംഗിച്ചിട്ടുണ്ട്. അങ്കിളുടെ വിദ്യാഭ്യാസം എന്നറിയാമോ? മലയാളം മാത്രമേ അറിയത്തുള്ളൂ. ഓൺലി മലയാളം, ഓൺലി മലയാളം. ഇംഗ്ലീഷ് അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അങ്കിൾ 20 രാജ്യത്തിൽ പോയിട്ടുണ്ട്. എല്ലാം ടോപ്പ് കൺട്രീസ്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്, അയർലൻഡ്, എല്ലാം ടോപ്പ് കൺട്രീസുമാണ്. മനസ്സിലാകുന്നുണ്ടോ? മലയാളം മാത്രമേ അറിയത്തുള്ളൂ. ഇനി വിദ്യാഭ്യാസം കേൾക്കണം, 10ാം ക്ലാസ്സും കുസ്തിയുമാണ്. പക്ഷേ എൻ്റെ ഈ സകല അപര്യാപ്തതയും ആ 2 മിനിറ്റ് പരിഹരിച്ചു. Only 2 minutes. 2 മിനിറ്റ് പരിഹരിച്ചു. സ്തോത്രം. എൻ്റെ സകല അപര്യാപ്തതകളും പരിഹരിക്കാൻ ദൈവത്തിന് വേണ്ടി വന്നത് ഓൺലി 120 സെക്കൻഡ്, 2 മിനിറ്റ്സ്. ആ 2 മിനിറ്റ് എൻ്റെ സകല അപര്യാപ്തതകളെയും ദൈവം പരിഹരിച്ചെങ്കിൽ ഇതെത്ര ഹയറാണ്, ഇതെത്ര ഉന്നതമാണ്, ഇതെത്ര ടോപ്പാണ്. മനസ്സിലാക്കുന്നവർ ചേർന്ന് ഒരുമിച്ച് ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക.
സ്തോത്രം, 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 സ്തോത്രം. മോളെ, നീ ആത്മാവിനെ ആരാധിച്ച് കയറിക്കുക കേട്ടോ. നിന്റെ അകത്ത് ഇന്ന് രാവിലെ തമ്പുരാൻ ഒരു അഭിഷേകത്തെ പകരാൻ കൊതിക്കുക. ഈ ദിവസങ്ങളൊക്കെ നിന്റെ മേൽ അത് ദൈവം പകർന്നുകൊണ്ടിരിക്കുക. ഒരു അസാധാരണമായ തലത്തിലേക്ക് സ്വർഗത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ പകരുന്ന ദിവസമാണ്. ആത്മാവിൽ കയറിക്കേ, ആത്മമണ്ഡലത്തിലേക്ക് കയറിക്കേ. ഇന്ന് രാവിലെ ചില ദർശനങ്ങൾ നിന്റെ അകത്ത് പകരുന്ന ദിവസങ്ങളാണ്. കരമുയർത്തൊരു ഹല്ലേലൂയ എന്ന് പറയാമോ? ഹല്ലേലൂയ. ശക്തിയോട് ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്യാമേ. ഹല്ലേലൂയ. എനിക്ക് ഇനിയും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ലൈവ് ആയതുകൊണ്ടാണ്. എൻ്റെ അനുഭവം പറയുമ്പോൾ എനിക്കറിയാം നിങ്ങളെ കയറി കൊളുത്തുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഇതിലോട്ട് കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യുവാണ് കേട്ടോ. എൻ്റെ ലൈഫിനെ മാറ്റിയത് പരിശുദ്ധാത്മാവാകിയാൽ അതിലേക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. 2016 എന്നോട് ദൈവം പറയാൻ പറഞ്ഞു, നിന്നെ അമേരിക്കയിൽ കൊണ്ടുവന്നു പാസ്റ്ററെ. എനിക്ക് അമേരിക്കയിൽ ആരുമില്ല പാസ്റ്ററെ, എനിക്ക് ആരുമില്ല. അപ്പം വീട്ടിലൊരു ഉപവാസ പ്രാർത്ഥന വെച്ചപ്പം എന്നോട് അന്ന് പ്രസംഗിച്ച പാസ്റ്റർ സുഭാഷ് കുമാരേങ്ങൻ വന്നൊരു ദൂത് പറയാം, അച്ഛാ പോയിട്ടില്ല. പുള്ളിയുടെ ദൂത് അറിയാമല്ലോ. അച്ഛാ പോയിട്ടില്ല, പക്ഷെ അച്ഛൻ പോകും. ഞാനും എൻ്റെ വൈഫും അമ്മയും കൂടെ ഒരുമിച്ച് ഫാസ്റ്റ് ചെയ്യാണ് എംബസി പോകുന്നതിന് മുമ്പ്. ഒറ്റ വിഷയത്തിന്, ദൈവഹിതമാണെങ്കിൽ അടിക്കണം, അല്ലെ എന്ത് ചെയ്യരുത്. എനിക്കവിടെ ആരുമില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛാ പോയിട്ടില്ല, മക്കതോനിലേക്ക് പോയിട്ടില്ല, അച്ഛൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ തീരുമാനിച്ച് പോകും. അവിടെ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, എന്തിനു പോവാ? ഞാൻ പ്രസംഗിക്കാൻ പോവാ. നിന്നെ പ്രസംഗിക്കാൻ വിളിക്കും, കാരണം എന്നാ? നീ ആരാ? ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന പാസ്റ്ററാ. എവിടെയൊക്കെ പോയിട്ടുണ്ട്? പോയിടം മൊത്തം പറഞ്ഞു കൊടുത്തു. അവർ പാസ്പോർട്ട് നോക്കി 2 മിനിറ്റ് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഓ യെസ്, നിനക്ക് വിസ എന്ത് ചെയ്തു? അടിച്ചു. ഒരു വീട്ടിൽ ചെന്ന് താമസിച്ചു. അവർ 10 ദിവസം താമസിക്കാൻ പറഞ്ഞ്. അവരുടെ പ്രശ്നമല്ല, നമ്മൾ 10 ചോദിച്ചോളൂ. 10 കഴിയുമ്പോൾ തൊട്ട് നമ്മൾ എങ്ങോട്ടും എന്ത് ചെയ്യണം? മാറണം. എങ്ങോട്ട് മാറാൻ? എനിക്കുള്ള വല്ലവരും ഇരിക്കുന്നു, ഏലപ്പാറക്കാരന് അലമേരിക്ക വല്ലതും ഉണ്ടോ? ആരുമില്ല. പീസിനാക്കിന് പോകാൻ വേണ്ടിയാ ചെന്ന്. പീസിനാക്കിന് ചെന്നു. എൻ്റെ അമ്മമ്മേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി, പീസിനാക്കി നമ്മൾ കൂടണമെങ്കിൽ $210 വേണം, എന്നാലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഫുഡ് കഴിക്കാനുള്ള $210 ഇവിടുന്ന് ഇന്ത്യയില്ല. ഞാൻ അത്രയും പൈസ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. ഇവിടുന്ന് പോവല്ലയോ. $100 കൊണ്ട് പോയപ്പോഴാണ്, ആകെ $100 കൊണ്ടാണ് ചെന്നപ്പോൾ അവിടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് അമേരിക്കയിൽ നിന്ന് സ്വോത്തറാഴ്ച കാണത്തില്ലെന്ന്. ചെന്നപ്പോഴാണ് മനസ്സിലായി അവിടെ ഇതേ പരിപാടിയുണ്ട്. വലുതടെ വലുതടെ വലുതടെ. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ കയ്യിലുള്ള വലുത് 50 ഞാൻ ഇട്ടു. അടുത്ത ദിവസം വീണ്ടും വലുതടെ, പിന്നെ 20. ചുരുക്കം പറഞ്ഞാൽ 3 ദിവസത്തെ കോൺഫറൻസ് ഉണ്ട്. എൻ്റെ $100 എന്ത് ചെയ്തു? ഇതിൽ പങ്കെടുക്കണമെങ്കിൽ പൈസ വേണം. ഇന്ത്യ ആകെ $25 ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യുവാ, $25 ഉണ്ടെങ്കിൽ മീറ്റിംഗ് എന്ത് ചെയ്യാം? കൂടാം. അന്ന് പ്രസംഗിക്കാൻ വരുന്ന പാസ്റ്റർ ഒന്ന് ബാബുച്ചെറിയൻ പാസ്റ്ററാണ്, മറ്റൊന്ന് റൈനാഡ് ബോങ്കെ. 2016 ഡാളസിലെ പീസിനാക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഞാൻ തീരുമാനിച്ചു, മീറ്റിംഗ് കൂടുക, പട്ടിണി ഇരിക്കുക. പിന്നെ നമ്മൾ പട്ടിണിയാണെങ്കിൽ എന്തോന്ന് പറയും? ഫാസ്റ്റിംഗ് എന്ന് പറയും. പൈസ ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഞാൻ $25 കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഫാസ്റ്റിംഗ് ആണ്, കഴിക്കാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് മോളെ പട്ടിണി ഇരുന്നു. 1ാമത്തെ കോൺഫറൻസിൽ കഴിക്കാൻ ഭക്ഷണമില്ലാതെ പട്ടിണി ഇരുന്ന ഞാൻ 2ാമത്തെ കോൺഫറൻസിൻ്റെ മെയിൻ ഗസ്റ്റ് ആയിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ന്യൂയോർക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ന്യൂയോർക്കിൽ നിന്നൊരു വണ്ടിയുണ്ട്, ഒഹായോ കൊളംബസിലോട്ട് വന്ന വണ്ടി. അപ്പോൾ കുറേ പാസ്റ്റർമാരുണ്ട്, അവരോട് ഞാനും കയറി എനിക്കിരുന്നു. കൊളംബസിൽ ചെന്നപ്പോൾ ഒരു 7 സ്റ്റാർ ഹോട്ടലിലാണ് യോഗം നടക്കുന്നത്. ഒഹായോ, അവിടെ ഞാൻ ടോമി ജോസഫ് പാസ്റ്ററായിരുന്നു അന്നത്തെ ഈ പീസിനാക്കിൻ്റെ കൺവീനർ. എന്നെ പിടിച്ചുകൊണ്ട് പോയി, എൻ്റെ പെട്ടി എടുത്തുകൊണ്ട് പോയിട്ട് മറ്റത് ഒപ്പിച്ച് കിടന്ന ഞാൻ ഇപ്പം കിടക്കാൻ വലിയ 7 സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു സുന്ദരമായ മുറിക്കകത്ത് ഏലപ്പാറ ഒറ്റയ്ക്ക്. സ്തോത്രം. നല്ല ഭക്ഷണം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. എനിക്ക് കിട്ടിയ പ്രസംഗിക്കുന്ന സമയം 25 മിനിറ്റ്. അത് 30-35 മിനിറ്റ് ഞാൻ എടുത്തു. പക്ഷേ 35 മിനിറ്റിന് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് $1000, അഥവാ 85,000 രൂപ. നിങ്ങൾ എന്നോട് ഉണ്ടോ? മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡഡ് പാസ്റ്ററല്ല. ഒരു കുഴപ്പം, ചെറിയ കുറച്ച് പഴഞ്ചനാ. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ പഴഞ്ചനാണെങ്കിലും എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന അനുഭവങ്ങൾ അത്ര നിസാരമൊന്നുമല്ല. ഇതെല്ലാം എൻ്റെ ലൈഫിനകത്തുണ്ടായത് ഈ കൊച്ചു പ്രാർത്ഥനയിൽ നിന്നാണ്, ഈ ചെറിയ പ്രാർത്ഥനയിൽ നിന്നാണ്. ഇന്ന് രാവിലെ ഞാൻ തുറന്നു പറയാം, ഇതൊരു അസാധാരണ സംഭവമാണ്, ഇതൊരു അസാധാരണ സ്ഥലമാണ്, ഇതൊരു അസാധാരണമായ സ്ഥലമാണ്. നിന്നെ മാറ്റിയെടുക്കാൻ കരുത്തുള്ള, നിന്നെ രൂപപ്പെടുത്താൻ കരുത്തുള്ള, നിന്നെ വ്യത്യസ്തനാക്കാൻ കരുത്തുള്ള, അഭിഷേകം ചലിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ്. ഇന്ന് രാവിലെ പ്രാപിക്കാൻ നിയോഗമുണ്ടെങ്കിൽ ഒന്ന് പ്രാപിക്കാം.
ജീസസ്. കരമുയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് നന്നായിട്ട് കാണാം, അന്തരാത്മാവ് ഞാൻ നന്നായിട്ട് കാണുന്നുണ്ട്. ഇന്ന് രാവിലെ ആരുടെയൊക്കെയോ മേൽ ആ അഭിഷേകത്തെ ദൈവം പകരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ആഗ്രഹിക്കുകയല്ല, ഇങ്ങനെ ഒരു ഡ്രോപ്പായിട്ട് ദൈവം അങ്ങനെ പകർന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് അന്തരാത്മാവിൽ കാണാം. ഇന്ന് രാവിലെ അനുഭവിക്കുന്നവർ കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിക്കണം. ഈ രാവിലെ അനുഭവിക്കുന്നവർ ചേർന്ന് കർത്താവിനെ ഒരുമിച്ചൊന്ന് ആരാധിക്കണം. Yes, receive the power in the name of Jesus. Receive the power in the name of Jesus. Receive the power in the name of Jesus. യേശുവിൻ നാമത്തിൽ ഈ രാവിലെ ഒരാത്മ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങളിങ്ങനെ ഒന്നരയാകാൻ വേണ്ടി കാത്തു നിൽക്കുകയൊന്നും വേണ്ട കേട്ടോ. പരിശുദ്ധാത്മ നിങ്ങളുടെ അകത്ത് വരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിന് അനുഭവിക്കാനൊരു ഫ്രീഡം ഉണ്ട്. നിങ്ങൾക്കത് റിസീവ് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ഒരു മാസത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ 1.5 ആയില്ലല്ലോ അങ്ങനെയൊന്നും വേണ്ട. ഇത് വേറൊരു തലത്തിൽ സഞ്ചരിക്കുന്ന സഭയല്ലേ. സ്തോത്രം. നിങ്ങൾക്ക് സ്പർശനം ഉണ്ടാകുന്നെങ്കിൽ നിങ്ങളങ്ങ് വിട്ടുകൊടുത്തോണം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. എനിക്കറിയാം, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു എഴുതിക്കുറിച്ച് കൊണ്ടുവന്ന സാധനമല്ല ഞാൻ കത്തിക്കുന്നത്. എനിക്കറിയാം, ഞാൻ ഈ പറയുന്നതും സഞ്ചരിക്കുന്നതും ഒക്കെ അതിൻ്റെ എൻഡിങ് കണ്ടോണ്ടാണ്. എനിക്കതിൻ്റെ എൻഡിങ് കാണാൻ പറ്റുന്നുണ്ട്. എനിക്കതിൻ്റെ എൻഡിങ് ബ്രദർ നിങ്ങളുടെ മേൽ വലിയൊരു അഭിഷേകം ദൈവം പകർന്നുകൊണ്ടിരിക്കുക. എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഡ്രോപ്പായിട്ട് വീഴുന്നത് പോലെ ഒരു അഭിഷേകം നിങ്ങളുടെ അകത്ത് പകരുന്ന എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. റിയലി കാണാൻ പറ്റുന്നുണ്ട്. നിന്നെ രൂപപ്പെടുത്തിയെടുക്കുന്ന ദിവസങ്ങളാണിത്. നിന്നെ പറത്തിക്കൊണ്ടു പോകുന്ന നാളുകളുണ്ട്. വിരൽ തുമ്പിനകത്തോടെ പോലും അഭിഷേകം നിന്റെ അകത്ത് ചലിക്കപ്പെടുന്ന സുന്ദരമായ നാളുകൾ നിന്റെ മുമ്പിലുണ്ടെന്ന് സ്വർഗം ഇന്ന് രാവിലെ എന്നോട് സംസാരിക്കുന്നത്. യെസ്, ഈ പകൽ പ്രാപിക്കാൻ പറ്റുമെങ്കിൽ ആത്മമണ്ഡലത്തിലേക്കൊന്ന് പ്രാപിച്ചു കയറാനുള്ള ഒരു നിയോഗം ഈ രാവിലെ പ്രാപിക്കുക. Thank you, Lord. Thank you, Jesus. 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 Thank you, Lord. Rimsiam Dena Gasiam Darchanadana. Yeshuവിന്റെ രക്തം ജയം. വന്നു കയറിയ നിമിഷം മുതൽ നിന്റെ മേൽ ഒരു വലിയ പകർച്ച ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. നിന്നെ വ്യത്യസ്തയാക്കുന്ന, നിന്നെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ഒരു സുന്ദരമായ ദിവസമാണ് ഈ ദിവസം. നിന്റെ ലൈഫിനകത്ത് മറക്കാൻ കഴിയാത്ത ചിലത് ഇന്ന് രാവിലെ നിന്റെ മേൽ സ്വർഗം ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് ആത്മാവിൽ കാണാം. കരമടിച്ച് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് കയറിക്കേ, ആരാധിച്ച് കയറിക്കേ, ആരാധിച്ച് കയറിക്കേ, അന്യ ഭാഷ പറഞ്ഞ് കയറിക്കേ, അഭിഷേകത്തിൽ കയറിക്കേ. ഓ Jesus. ഒരു വലിയ ദൈവ സാന്നിധ്യത്തിൽ അഭിഷേകത്തെ ചലിച്ച് ആത്മമണ്ഡലത്തിൽ കയറി ചലിച്ച് ഒന്ന് അഭിഷേകത്തിൽ കയറി ചലിച്ച് ആത്മമണ്ഡലത്തിൽ കയറി ചലിച്ച് യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. ആത്മശക്തി Praise the Lord. Praise the Lord. കരം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഒരുമിച്ചൊരു സ്തോത്രം എന്ന് പറഞ്ഞു ശക്തിയോടെ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിന്റെ ദർശനത്തിൽ ഈ മനുഷ്യനുണ്ടായ മാറ്റം കണ്ടോ? ഒറ്റ യൂട്യൂണിംഗ് ആയിരുന്നു. ആണോ ആണോ ആണോ? ഡെമസ്കോസിൽ പ്രസംഗിച്ചിട്ട് യഹൂദന്മാരെ മിണ്ടാതാക്കുന്ന വാക്യം. ഡെമസ്കോസിൽ പ്രസംഗിച്ച യഹൂദന്മാരുടെ മിണ്ടാതാക്കി. ഒറ്റ ഒരു മനുഷ്യന്റെ മേൽ വെളിപ്പാട് ദർശനം മാറിയപ്പോ തിരിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിച്ച് യഹൂദന്മാരെ എന്ത് ചെയ്തു? എന്ന് പറഞ്ഞാൽ അവര് പറയുന്നതിനേക്കാൾ ടോപ്പിൽ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. കാരണം എന്നാ? വിഷൻ മാറി. ഒരാമേ പറയാമോ? ഞാൻ പറയുന്നത് എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ കാഴ്ചപ്പാട് മാറാൻ തുടങ്ങിയ നമ്മുടെ തോട്ട് മൊത്തം എന്ത് ചെയ്യും? മാറും. സ്തോത്രം. അത് മാറണ്ടായോ? മാറണം മോനെ, അത് മാറും. അതുകൊണ്ട് ദൈവത്തോട് പറയണം, കർത്താവ് ഈ ദിവസങ്ങളിൽ എൻ്റെ മേലെ ആ ദർശനം എന്ത് ചെയ്യണം? എന്നെക്കുറിച്ച് നീ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് എന്ത് ചെയ്യണം? വേണോ? സ്തോത്രം. നിങ്ങൾ എന്നോട് പറയണം കേട്ടോ. ഞാനിങ്ങനെ പാട്ടുപാടി കൈയടിച്ച് ഏത് പാസ്റ്റർമാർ വന്നാലും സ്തോത്രം പറഞ്ഞ്
ആ പ്രാപിച്ചു എന്ന് പറഞ്ഞ് പോകുന്നതിനെ കുറിച്ചല്ല പറയുന്നേ, അതിനെക്കുറിച്ചല്ല. അതുക്കും മേലെ ഞാൻ കാണുന്നുണ്ട് ഈ കത്തിക്കുന്ന മേഖല, അല്ലെങ്കിൽ അസാധാരണമായി നിങ്ങൾ നിൽക്കുന്ന മേഖല ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. കണ്ടോണ്ട ഇന്ന് രാവിലെ സംസാരിക്കുന്നത്. കരം ഉയർത്തി ഒരുമിച്ചൊരു ഹല്ലേലൂയ പറയാൻ പറ്റുമെങ്കിൽ പറ. ചേർന്ന് ഒരുമിച്ചൊരു സ്വോത്രം പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ ദർശനം ഈ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി. ഭയങ്കര ചേഞ്ചസ്, അസാധാരണ മിനിസ്ട്രി. നോക്കൂ, ചില സമയത്തൊക്കെ മിനിസ്ട്രി കഴിയുമ്പോൾ നമുക്കൊരു ഡ്രൈനെസ് വരത്തില്ലയോ? വരുമോ? അങ്ങനെ ചിലപ്പോൾ ഡ്രൈനെസ് വരും. ഇല്ല വരും. പ്രസംഗിക്കുന്നവരുടെ ചോദിച്ചാൽ അറിയാം, ചിലപ്പോൾ മടുക്കും. നമ്മളിങ്ങനെ, ഞാൻ ഓർത്തിട്ടുണ്ട് അമ്മ ഇന്നൊരു മീറ്റിംഗ്, ഇന്നത്തെ മീറ്റിംഗ് പണ്ട് എന്ത് ചെയ്യണ്ടായിരുന്നു, കൊടുക്കണ്ടായിരുന്നു. കാരണം അറിയോ, നമ്മൾ മീറ്റിംഗ് കിട്ടുമ്പോൾ ചാടി കൊടുക്കും. മീറ്റിംഗ് ഇല്ലയോ, ഫ്ലെക്സി ഫോട്ടോ വരുന്ന ഇല്ലയോ, കൊടുക്കാൻ നമുക്ക് സന്തോഷമാണ്. പക്ഷെ ഒരാഴ്ച പ്രസംഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മടുക്കും. അപ്പം നമ്മൾ ഓർക്കോ വേണ്ടായിരുന്നു. ഡ്രൈനെസ് വരും. പൗലോസിന് അങ്ങനെ ഡ്രൈനെസ് വന്നെന്ന് ഞാൻ പറയല്ല, പക്ഷെ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നൊരു ഭാഗമുണ്ട്. അത് 16-ാം അധ്യായത്തില്ല, 2-ാമത്തെ വിഷൻ. 16-ാം അധ്യായത്തിൽ ഒന്നെടുക്കൂ, 6-ാമത്തെ വാക്യം. നമുക്കതൂടെ പറഞ്ഞ് ഇന്ന് നിർത്താം. സ്തോത്രം. ആക്സ് അപ്പോസ്തല പ്രവൃത്തിയില്ല. ആസിക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോ പരിശുദ്ധാത്മ പറഞ്ഞു ആസിയെ പ്രസംഗിക്കണ്ട. ഫ്രുഗിയിലും ഗലാത്യ ദേശത്തിലൂടെ കടന്ന് മിസ്യയിലെത്തി ബിഥുനിക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ നോക്കു വച്ച ആസിക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോ ദൈവം പറഞ്ഞു ഇന്നോ അങ്ങോട്ട് പോകണ്ട, എന്നാ പിന്നെ മ്യൂസിയ വഴി ബിഥുനിക്ക് പോകാം എന്ന് ചിന്തിച്ചപ്പോ അടുത്ത ബിഥുനിക്ക് പോകാൻ ശ്രമിച്ചു. എന്നാൽ യേശുവിന്റെ ആത്മാവോ സമ്മതിച്ചില്ല. അടുത്ത വാക്യം. ഒരു മ്യൂസിയ കിടന്ന് ത്രോവാസിൽ കിടക്കുമ്പോൾ എന്നോട് നിങ്ങളുണ്ടോ? മടുത്തോ? നിങ്ങൾ ഇല്ല? മടുത്തെങ്കിൽ പറഞ്ഞ് നമുക്ക് നിർത്തിയേക്കാം. നിങ്ങൾ മടുത്തെങ്കിൽ ഇല്ല, എന്നാ പിന്നെ കൈ ഉയർത്തിയൊരു സ്തോത്രം ഒന്ന് പറഞ്ഞു നോക്കട്ടെ. നന്നായിട്ടൊന്ന് പറഞ്ഞു, ഒന്നുകൂടെ. കൊള്ളാമല്ലോ, ആരും മടുത്തില്ല. മുസിയ കിടന്ന് ത്രോവാസിലെത്തി. ത്രോവാസിൽ കിടക്കുമ്പോ പുള്ളിക്ക് തോന്നും ആസിക്ക് പോകണ്ട, ബിഥുനിക്ക് പോകണ്ട. ഇനിയിപ്പോ ഞാൻ ത്രോവാസ് എന്ത് ചെയ്യാൻ പറ്റും? മിണ്ടാതെ കിടക്കുമ്പോ രാത്രിയിൽ ത്രോവാസി കിടക്കുമ്പോ പോളിന് കിട്ടുന്ന 2-ാമത്തെ ദർശനത്തിൽ ഒരു മക്കദോന്യക്കാരനായ മനുഷ്യൻ പറയാണ്, ദർശനത്തിൽ നീ കടന്നു വന്ന് ഞങ്ങൾ എന്ത് ചെയ്യുക? വായിച്ചേ. ത്രോവാസിൽ വെച്ച് പൗലോസ് 2-ാമത്തെ ദർശനം കാണുന്നു. എന്തുവാണ്? നീ മക്കദോന്യക്ക് കടന്നു ചെന്ന് ഞങ്ങളെ സഹായിക്ക എന്ന്. അപ്പൊ എൻ്റെ അടുത്ത് നിങ്ങളുണ്ടല്ലോ അല്ലേ, ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം പറയും. ഒരു ദർശനത്തിന്റെ ഡ്യൂറേഷൻ, ലിസൺ, ഒരു ദർശനത്തിന്റെ ഡ്യൂറേഷൻ അടുത്ത ദർശനം വരെ. മിനിസ്ട്രിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു അടുത്ത ദർശനം തരാൻ പോവാണ്, നീ ഇവിടുന്ന് മാറി നേരെ എങ്ങോട്ട് മൂവ് ചെയ്യണം? മക്കദോന്യക്ക്. നിങ്ങൾക്കറിയാമോ, അടുത്ത വാക്യം വായിക്കുമ്പോൾ ഒരു സംശയമില്ലാതെ ആ പുള്ളി നേരെ വെളുത്തുടനെ എങ്ങോട്ട് പോകാൻ തുടങ്ങി? മക്കദോന്യക്ക്, ദർശനത്തിലേക്ക് പോകാൻ തുടങ്ങി. മക്കദോന്യ ചെന്നപ്പോഴാണ് മനസ്സിലായേ അവിടെ ഒരു ചർച്ച് പോലും. നമ്മളാണ് രക്ഷപ്പെട്ട് കൃപ. ആരും ചോദിക്കത്തുമില്ല, ഫോൺ ചെയ്യത്തുമില്ല, എന്നാ വരാത്തെന്ന് ആരോട്ട് ചോദിക്കത്തും ഇല്ല. ചർച്ചയില്ല, കൂട്ടായ്മ ഒന്നുമില്ല. പക്ഷെ പൗലോസ് അവിടെ മൊത്തം നോക്കിയപ്പോൾ ചർച്ചില്ല എന്ന് പറഞ്ഞ് യോഗം മുടക്കാൻ പറ്റുമോ? അവര് പുഴവക്കത്തിരുന്നൊരു പാട്ട് പാടി, സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമായി. ആദ്യമായിട്ട് കേൾക്കുന്ന പാട്ടായതുകൊണ്ട് അവരൊക്കെ നോക്കി ഏതാടാ ഇതുവരെ കേൾക്കാത്തൊരു പാട്ട്, ഇതുവരെ കേട്ട പാട്ട് മൊത്തം മൂട് എന്നുള്ള പാട്ടാണ്. ഇതിപ്പോ മൂടല്ലല്ലോ, വേറൊരു പാട്ടാന്നല്ലോ. സ്തോത്രഗീതം പാടുക. അല്ല ഇപ്പൊ അതല്ലേ മൂട കേൾക്കാത്ത പോലെ. എന്ത് ദൈവമേ, ഗ്ലോറി താഴ്ചയിൽ നമ്മെ. ഒരു പുതിയ പാട്ട്. അപ്പൊ കുറച്ചു പേര് ശ്രദ്ധിക്കാൻ തുടങ്ങി. പൗലോസ് ഒരു സങ്കീർത്തനം വായിച്ചു. എൻ്റെ ഭാവനയില ഒരു പുസ്തകം വായിച്ചിട്ട് ഒരു പ്രസംഗം പറഞ്ഞു. ഈ പ്രസംഗവും ഇവരുടെ വേഷം, യഹൂദന്മാരില്ലയോ, വേഷവും പാട്ടും കേട്ടപ്പോൾ കുറച്ചു പേർക്ക് മനസ്സിലായി സംതിങ് സ്പെഷ്യൽ, സംതിങ് ന്യൂ. എന്തോ ഇങ്ങനെ പ്രസംഗം തുടങ്ങി. പരിശുദ്ധനായ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. പണ്ടത്തെ നമ്മുടെ പാസ്റ്റർമാരുടെ സൗണ്ടിൽ ഇങ്ങനെ പ്രസംഗം തുടങ്ങിയപ്പോൾ ആൾക്കാർ മൊത്തം ശ്രദ്ധിച്ചപ്പോൾ അതിനകത്തൊരു സ്ത്രീ ശ്രദ്ധിച്ചു. അവരുടെ പേര് ലുദിയ എന്ന. പ്രസംഗത്തിന്റെ പകുതിയായപ്പോൾ പരിശുദ്ധാത്മാവ് ലുദിയയുടെ ഹൃദയം ആര് തുറന്നു? അപ്പൊ പ്രസംഗകന് അവന്റെ റോളുണ്ടോ? ഇല്ല. ഇന്ന് ഇവിടെ എന്ത് സംഭവിച്ചാലും, ഇനി ഇവിടെ ആര് വന്നാലും എന്തു സംഭവിച്ചാലും റോൾ അവർക്കല്ല, റോള് പരിശുദ്ധാത്മാവിന്. ചേർന്ന് കരമുയർത്തി ഒരുമിച്ച് ഒരു ഹല്ലേലൂയ പറ.
പരിശുദ്ധാത്മാവ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഈ യോഗം കൊണ്ട് പ്രത്യേകിച്ച് ഒരു മെച്ചവും ഇല്ല. ഈ വാക്സാമർത്ഥ്യം കൊണ്ട് ഒന്നും നടക്കത്തില്ല. എൻ്റെ വാക്കിൻ്റെ പെരുപ്പം കൊണ്ട് ഒന്നും നടക്കില്ല. കാരണം ആ കടവിൽ ആമൻ പാട്ടുപാടിയത് കേട്ട ധാരാളം പേരുണ്ട്. ഒരാളുടെ ഉള്ളമേ തുറന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയാം, സ്വർഗം നിന്റെ നാവ് തുറന്നാൽ, സ്വർഗം നിന്റെ ഉള്ളം തുറന്നാൽ അതൊരു വിടുതലാണെന്നുള്ളതിൽ സംശയമില്ല. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. ശക്തിയോടെ ദൈവത്തെ ഒന്നുകൂടെ മഹത്വപ്പെടുത്തുക. പുള്ളിക്കാരി പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിൽ എന്നെ വിശ്വസ്ത എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യണം? വരണം. ആദ്യമേ ആ പുള്ളിക്കാരിയെ സ്നാനപ്പെടുത്തി. ഒരു കുടുംബത്തെ കിട്ടിയതല്ലയോ? രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അവിടെ എല്ലാം കൂട്ടായ്മ, ഫുൾ കൂട്ടായ്മ. ചർച്ചില്ലാതിരിക്കുന്ന സമയത്ത് ഒരു വീട് കിട്ടിയതാ. അവിടെ നമ്മൾ കൂട്ടായ്മ വെച്ചു. പൗലോസും ശീലാസും ലൂക്കോസും തിമത്യോസും കൂടെ യോഗത്തിന് പോകുമ്പം അവിടെ വേറൊരു അമ്മാമയുണ്ട്. യോഗത്തിന് പോകത്തില്ലെങ്കിൽ വെളിപ്പാടിന് ഒരു കുറവും. വെളിച്ചപ്പാടത്തിയ യോഗത്തിനൊന്നും പോകത്തില്ല, പക്ഷെ വെളിപ്പാട് ഭയങ്കര. അപ്പോൾ അവർ പറഞ്ഞു, ദേ പോകുന്ന പാസ്റ്റർമാരെ രക്ഷാമാർഗം അറിയിക്കുന്നു, ദേ പോകുന്ന പാസ്റ്റർമാരെ രക്ഷാമാർഗം ഇങ്ങനെ എവരുടെ. പക്ഷെ അന്നൊന്നും പൗലോസ് മിണ്ടിയില്ല. പക്ഷെ ഒരു ദിവസം പൗലോസ് മുഷിഞ്ഞ് അതിനെ എന്ത് ചെയ്തു? ശാസിച്ചെന്നാ എന്ന് പറഞ്ഞാൽ എപ്പോഴും ശാസിക്കുന്നതുകൊണ്ട് മെച്ചമൊന്നുമില്ല. പിന്നെ ഒരിക്കലേ ശാസിച്ചുള്ളെങ്കിലും അത് ആത്മാവിലാണെങ്കിൽ അന്ന് വിടുതല. സ്തോത്രം. നീ എന്നും ശാസിക്കുന്നോണ്ട് മെച്ചമൊന്നുമില്ല. ഒറ്റ പ്രാവശ്യമേ ശാസിച്ചുണ്ടെങ്കിലും അത് ആത്മാവിലാണെങ്കിൽ അന്ന് പകൽ വിടുതലാണ്. വിശ്വസിക്കുന്ന ചേർന്ന് കരമുയർത്തി ശക്തിയോടെ സ്തോത്രം എന്ന് പറഞ്ഞേ. അവിടെ ഭൂതം എന്ത് ചെയ്തു? വിട്ടുപോയി. അപ്പൊ ആ ഫിലിപ്പിയ സഭയിലെ ഒന്നാമത്തെ വിശ്വാസി ലുദിയ, രണ്ടാമത്തെ വിശ്വാസി ഈ ഭൂതം പിടിച്ച സിറിയ, രണ്ടുപേരും ഇവളെ ശാസിച്ചത് കൊണ്ട് ആൾക്കാർ മൊത്തം പൗലോസിനെ ശീലാസിനെ എന്ത് ചെയ്തു? അടിച്ചു. എവിടെ കൊണ്ടിട്ടു? കാരാഗ്രഹത്തിൽ. കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ അകത്തെ തടവിൽ ഉള്ളി കൊണ്ടിട്ടു. ഇവിടെ നിങ്ങളുണ്ടല്ലോ, കൈ രണ്ട് ചങ്ങലയ്ക്കകത്ത്, കാലാമത്തിനകത്തിട്ടിരിക്കുവോ. ഇവിടെ പൗലോസ്, അവിടെ ലൂക്കോസ്, അവിടെ തിമത്തിയോസ്, അവിടെ സ്തോത്രം വേറൊരു മനുഷ്യൻ. അപ്പം ഇങ്ങനെ കിടക്കുമ്പോഴത്തേന് ബ്ലഡ് ഒഴുകുന്നുണ്ട്, പുറമൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പം പൗലോസ് പറഞ്ഞു, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ണിക്കണ്ടി നോക്കിയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ഈ പ്രതിസന്ധിയെ നമുക്ക് എന്ത് ചെയ്യണം? ജയിക്കണം. അപ്പം ചോദിച്ചു, എങ്ങനെ? നമ്മുടെ നാവിന് പ്രശ്നമില്ലല്ലോ, കൈക്കല്ലേ, നമുക്ക് പാട്ട് പാടാം, സ്തോത്രം പറയാം. സ്തോത്രം 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 ഇങ്ങനെ പല സ്തോത്രം വന്നപ്പോൾ ആ സ്തോത്രം കൂടിക്കൂടി വന്നു. സ്തോത്രം അന്യഭാഷയായിട്ട് വന്നു, അന്യഭാഷ ഉയരാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, ഈ സ്തുതി ഉയരാൻ തുടങ്ങുമ്പോൾ കൈ പതുക്കെ ചലിക്കാൻ തുടങ്ങി. ഈ കൈ ചലിക്കാൻ തുടങ്ങിയപ്പോൾ കയ്യെ കെട്ടിയ ബന്ധനങ്ങളും ചലിക്കാൻ തുടങ്ങി. കരമടിച്ചോ ഈ സ്തോത്രം എന്ന് പറയുമ്പോ ഞാൻ അതിനിങ്ങനെ പറയാം, ചങ്ങല റബ്ബർ ബാൻഡായി മാറിയത് അഭിഷേകമുള്ളവന്റെ മുമ്പിൽ മാത്രമാണ്. ചങ്ങലയാണ്, പക്ഷെ റബ്ബർ ബാൻഡായി മാറി. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ചെങ്ങല സകലരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? അഴിഞ്ഞുപോയി. എന്ന് പറഞ്ഞാൽ ആരാധിച്ചവന്റെ മാത്രമല്ല, 283 ക്രിമിനലുകൾ അതിനകത്തുണ്ടായിരുന്നു. ആ 283 പേരുടെ കയ്യിലെ ചെങ്ങലയും ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ആത്മനദിയാൽ ഒഴുകി എന്നിൽ വാ, ആത്മശക്തിയാൽ ഒഴുകി എന്നിൽ വാ,
ഇങ്ങനെ ഇറങ്ങിയപ്പോ ഉണ്ടല്ലോ ഓരാ നീ ജോബല്ലോടാ. എന്റെ ജോബേ എനിക്ക് മനസ്സിലായില്ലല്ലോ. സ്വത്രം, നീ സുഖമായിരിക്കുന്നു. ഇത്ര നാളെ നിന്നെ കണ്ടേച്ച് സുന്ദരമായിരിക്കുന്നല്ലേ. സ്വത്രം, ഇത്തിരി സന്തോഷം അങ്കിളിന്. ഞാൻ നിന്നെ ഐഡന്റിഫൈ ചെയ്തില്ല കേട്ടോ, സോറി ഉണ്ട്. പക്ഷേ ഇത്ര സുന്ദരമായൊരു മീറ്റിംഗ് നീ ഇവിടെ വായിക്കുമ്പോൾ എനിക്ക് പാടാൻ പറ്റുന്നതും പ്രസംഗിക്കാൻ പറ്റുന്നതും വലിയൊരു അഭിമാനമായിട്ട് തോന്നുന്നു. ഗോഡ് ബ്ലെസ് യു സോ മച്ച്. അയ്യോ, ജോബിനെ ഞാൻ കണ്ടില്ല, സോറി. സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ഫീൽഡിൽ പാടി ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. സ്തോത്രം. ഇന്ന് ഇതൊരു സർപ്രൈസ്ഡ് ആണ്. ഇതൊരു സുന്ദരമായ നിമിഷമാ ജോബേ. ഞാൻ വളരെ ഹാപ്പിയാണ്. ഹല്ലേലൂയ. ദൈവം നിന്നെ സഹായിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരം ഉയർത്തി സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ മുമ്പിൽ ചെങ്ങല റബ്ബർ ബാൻഡായി മാറി. ചെങ്ങലയാണ്, പക്ഷേ അഭിഷേകമുള്ളവൻ്റെ മുമ്പിൽ ചെങ്ങല റബ്ബർ ബാൻഡായി മാറി. കരമടിക്കാൻ ശ്രമിച്ചപ്പോൾ ചെങ്ങലയ്ക്ക് അയവ് വരാൻ തുടങ്ങി. ഇവരിങ്ങനെ കൈമാറ്റുന്നതിനനുസരിച്ച് ചെങ്ങല വലിയാൻ തുടങ്ങി. സകലരുടെ ബന്ധനമഴിഞ്ഞു. ആത്മശക്തിയിൽ ബന്ധനമഴിയപ്പെട്ടു. ഒരു ദർശനത്തിൽ ചുവട് വെച്ചപ്പോൾ അവന്റെ ബന്ധനങ്ങൾ അഴിയപ്പെട്ടെങ്കിൽ ഇന്ന് രാവിലെ നിന്റെ കൂടാരത്തിനകത്ത് നാളിതുവരെ ഭരിക്കപ്പെട്ട ചില ബന്ധനത്തിന്റെ മുഖങ്ങൾ അഭിഷേകത്തിൽ അഴിയപ്പെടുന്ന സുന്ദരമായ ദിവസമാണിത്. വിശ്വസിക്കുന്നെങ്കിൽ ഒരുമിച്ച് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു കേറ്. Receive the power, receive the power, receive the power. ചേർന്ന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. രണ്ടുപേരെ ആരാധിച്ചപ്പോൾ അതിനകത്തുള്ളവരുടെ മൊത്തം ബന്ധം എന്ത് ചെയ്യുന്നു? എല്ലാവരുടെയും കെട്ട്. ഇനി രസകരമായ കാര്യം കേൾക്കണോ? വാതിൽ തുറന്നു. ഓക്കെ, വാതിൽ തുറന്നു. ചെങ്ങല മൊത്തം അഴിഞ്ഞു. ഭൂകമ്പം ഉണ്ടായി. ഇതൊന്നും ആരറിഞ്ഞില്ല. പുള്ളി നേരം എടുത്തപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു, ചെങ്ങല കിടക്കുന്നു. പുള്ളി പേടിച്ചു. തന്നെത്താൻ കുത്തി ചാകാൻ തുടങ്ങിയപ്പോൾ പൗലോസ് പറഞ്ഞു, നിനക്കൊരു ദോഷവും ചെയ്യണ്ട, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ. ഞാൻ ചോദിച്ചു, എല്ലാ കള്ളന്മാരും ഉണ്ടോ? കള്ളന്മാരല്ലേ, ക്രിമിനലുകളല്ലേ? 213 പേരുണ്ട്. ഞാൻ പറഞ്ഞു, എല്ലാ കള്ളന്മാരും ഉണ്ടോ? എല്ലാവരും ഉണ്ട്. ഇവരാരും പോയില്ലയോ? എൻ്റെ അമ്മാമേ, രാത്രി മൊത്തം വാതിൽ ഓപ്പൺ. ചെങ്ങലയും വീട്ടിൽ പോകാത്ത കള്ളന്മാരുണ്ട്. നമ്മളൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ തുരങ്കം ഉണ്ടാക്കിയാ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഇവിടെ വാതിൽ ഓപ്പൺ ആയിട്ടും ചെങ്ങല കഴിഞ്ഞിട്ടും ആർക്കും പോകണ്ട. ഞാൻ ചോദിച്ചു, ഇവന്മാര് പോയില്ലയോ? അതിനെ പറഞ്ഞ് പാസ്റ്റർ ഇവർ പോയിട്ടില്ല. ഇവരെല്ലാം ഉണ്ടോ? എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ പോകാത്ത? അടുത്ത വാക്ക് കേൾക്കണോ? പാസ്റ്ററെ, കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നതേ വകുപ്പ് മന്ത്രിയല്ല, പരിശുദ്ധാത്മാവാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വകുപ്പ് മന്ത്രിയാ ഓപ്പണായി ഉമാരി പോയേനെ. പക്ഷെ പരിശുദ്ധാത്മാവാകയാൽ ആ റേഞ്ചിനപ്പുറത്ത് പോകാൻ ഇവർക്ക് പറ്റത്തില്ല. ഇന്ന് രാവിലെ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങ്. ഹല്ലേലൂയ പറയാമോ? രക്തത്താലജയം. കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നത് വകുപ്പ് മന്ത്രിയല്ല, പിന്നെ ആരായിരുന്നു? പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പറഞ്ഞു, ഇവന്മാരാരും ബോട്ടിൽ എല്ലാവരും ഉണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തി ഒരു പദവിടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് എഴുന്നേക്കാം. ഉടനെ ഈ കാരാഗൃഹ പ്രമാണി ഉണ്ടല്ലോ, വെളിച്ചം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അകത്തോട്ട് എന്ത് ചെയ്തു? ചാടി. അമ്മേ, എൻ്റെ ചോദ്യം, വെളിച്ചം വെളിയിലാണോ അകത്താണോ? അല്ലേ? സാധാരണ അങ്ങനെ കാരാഗൃഹത്തിനകത്ത് ലൈറ്റ് ഉണ്ട്. കാരാഗൃഹത്തിനകത്തൊന്നുമില്ല, വെട്ടം വെളിയിലാണ്. പക്ഷെ വെളിയിൽ നിന്ന് അവൻ അകത്തോട്ട് ചാടി. വെളിച്ചം എവിടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, വെളിയിൽ ഒരു സൂര്യനും അകത്ത് 1000 സൂര്യനും. ഒന്നുകൂടെ പറയട്ടെ. എന്നിട്ട് കാരാഗൃഹ പ്രമാണി അപ്പോസ്തലന്മാരുടെ കാക്ക വീണേച്ച് ചോദിക്കുക, ബ്രദറെ, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തോ? സാധാരണ എങ്ങനെ? സാധാരണ തിരിച്ചിട്ട് അല്ലേ കാരാഗൃഹ പ്രമാണിയോട് ചോദിക്കത്തുള്ളൂ, സാറേ ഞങ്ങളെ ഒന്ന് പുറത്തോട്ട്. അങ്ങനല്ലേ?
പക്ഷേ സിസ്റ്റം മാറിയത് കൊണ്ടോ, അതാണ് വിഷന്റെ പ്രത്യേകത. നീ അങ്ങോട്ട് പോകണ്ട, ഇത് ഇങ്ങോട്ട് വരും. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. നീ അങ്ങോട്ട് തപ്പി പോകണ്ട, നീ നിൽക്കുന്നിടത്തോട്ട് സംഭവങ്ങൾ തിരിച്ചു വരും. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. ഇതുവരെ ചലിക്കപ്പെടാത്ത തരത്തിൽ നിന്റെ വിഷൻ മാറിയാൽ ഇതുവരെ സംഭവിക്കാത്തതുപോലെ നിന്റെ ചരിത്രത്തിൽ സംഭവിക്കും. വിശ്വസിക്കുന്ന നിങ്ങൾ ചേർന്ന് glory. കരമുയർത്തി ഹല്ലേലൂയ. അതാണ് വിഷൻ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നേരെ എന്ത് ചെയ്യും? തിരിയത്തില്ലയോ? അയ്യോ, ഇതൊക്കെ ഞാൻ പറയാം അനുഭവം. എൻ്റെ ലൈഫിനകത്തുണ്ട് അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ ചിന്തിക്കാൻ പറ്റുന്ന അനുഭവം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പല രാജ്യങ്ങളിൽ പോയെന്ന് പറഞ്ഞില്ലയോ? അതിൻ്റെയൊക്കെ മുഖാന്തരം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ജിബിൻ പൂവക്കാല പ്രസംഗിച്ചില്ലേ? അവരുടെ പപ്പയുടെ പേരെന്നാ? ഹാജി പൂവക്കാല അല്ലേ? അമേരിക്കയെ പ്രസംഗിച്ചൊരു വലിയ കൺവെൻഷന് ഞാൻ ഇവരുടെ അപ്പാടെ പേര് പറഞ്ഞു. ഞാൻ താമസിക്കുന്ന വാടക വീട് രാജീവ് പൂവക്കാല പാസ്റ്ററിന്റെ ചർച്ചിലെ അസോസിയേറ്റ് പാസ്റ്റർ സണ്ണിച്ചാൻ എടുത്തെന്ന വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അത്രേ പറഞ്ഞുള്ളൂ. ആ രാജീവ് പൂവക്കാല എന്ന പേര് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് കാനഡയ്ക്ക് പോയത്. കാനഡയിൽ ഒരാൾക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ്. പൂവക്കാലയുടെ പേര് പറഞ്ഞു, അതുകൊണ്ട് പാസ്റ്റർ കാനഡയ്ക്ക് വരണം. മനസ്സിലാകത്തില്ല, കത്തിയില്ല നിങ്ങൾക്ക്. ഒരു പ്രസംഗത്തിൽ പലരുടെ പേര് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. അത് അവിടുന്ന് ലൈവ് കേട്ടു. പൂവക്കാല പാസ്റ്ററിന്റെ അവിടുത്തെ അസിസ്റ്റന്റ് പാസ്റ്റർ എടുത്തോത്ത വീട്ടിലാണോ അനീഷ് എലപ്പറ താമസിക്കുന്നത്? എന്നാൽ പുള്ളിക്കാരനും വേണം കാനഡയ്ക്ക്. അങ്ങനെ ഞാനും ബ്ലസ് മെമ്പനെയും കൂടെ ഒരിക്കൽ കാനഡയ്ക്ക് എന്ത് ചെയ്യുന്നത്, ഹോളിഡേ ഇൻ ഹോട്ടൽ 7 സ്റ്റാർ ഹോട്ടലിനകത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിക്കകത്ത് കാനഡ. ഞാൻ ആ വഴി തുറന്ന കാര്യമാണ് പറഞ്ഞ ഒരു പേരിനകത്തോടാ. അതാ പറഞ്ഞ ആത്മാവിന്റെ വിഷനിൽ നിന്നാൽ സിസ്റ്റം മൊത്തം ചേഞ്ച് ചെയ്യപ്പെടും. അങ്ങനത്തെ ഒരു ലൈഫുണ്ട്. അല്ലാതെ കൈയടിച്ച് പാട്ടുപാടി നമുക്ക് പോകുന്ന ലൈഫുണ്ട്. ഏത് വേണം? അങ്ങനത്തെ ഒരു ലൈഫുണ്ട്. അല്ലാതെ കൈയടിച്ച് പാട്ടുപാടി സാധാരണ ലെവലിൽ പോകുന്ന ഒരു ലൈഫുണ്ട്. നമുക്ക് ഏത് വേണം? ഏത് വേണം? ആത്മമണ്ഡലത്തിന്റെ ദർശനത്തിന്റെ വേണ്ടായോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ പിടിച്ചോ, ഇതൊരു സുന്ദരമായ ദിവസമാണ്. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ച് ഓടാബാസിയാം ദർശനാഥന റീമാസിയാം ദർശന. ദയവായി ആരും വിട്ടുകളയല്ലേ കേട്ടോ. ഇന്ന് പകലത്തെ ദിവസങ്ങൾ വിട്ടുകളയരുത്. നിന്റെ ഒത്തിരി വലിയ ചലനം സംഭവിക്കും. രണ്ടാമത്തെ ദർശനം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അവിടെ ചെന്നിട്ട് ആ മനുഷ്യൻ ആ കാരാഗ്രഹ പ്രമാണി ഉൾപ്പെടെ ആ കാരാഗ്രഹത്തിനകത്തുള്ളവരെ മുഴുവൻ സ്നാനപ്പെടുത്തി ഒരു സഭ ആരംഭിച്ചിട്ട് മുമ്പോട്ട് പോയേ. ദർശനം നിന്നെ ചേഞ്ച് ചെയ്യും. അഭിഷേകം നിന്നെ ചേഞ്ച് ചെയ്യും. ഇന്ന് രാവിലെ അത് പ്രാപിക്കാൻ നിയോഗമുള്ള മക്കൾ എത്ര പേര് ഇതിനകത്തുണ്ട്? കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സമർപ്പണത്തോടൊന്ന് പറയണം, ആത്മശക്തി എൻ്റെ മേലൊന്ന് ഇറങ്ങി വരാൻ പറയണം. അഭിഷേകം എൻ്റെ അകത്തുനിന്ന് പകരപ്പെടാൻ പറയണം. ഒരു നിമിഷം കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങണം. ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ഞാൻ ഈ പ്രസംഗിച്ച പ്രസംഗം ഏകദേശം 1.5 മണിക്കൂറാണ് ഒരു മെസ്സേജ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഇന്ന് രാവിലെ സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കോ. ഒരുപക്ഷെ അത് നിന്റെ അകത്ത് പകരുന്ന ദിവസമാണ്. ആ ചലിക്കുന്ന സാന്നിധ്യത്തെ നിന്റെ അകത്ത് പകരുന്ന ദിവസമാണ്. ഒരുമിച്ച് അല്പ നിമിഷങ്ങൾ സ്തോത്രം ചെയ്ത് അതരങ്ങൾ തുറന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങിക്കേ.